ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സംഘമേ, ബഹുമാനപ്പെട്ട റമ്പാച്ചനെ ആമുഖമായിട്ട് ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് വലിയ നോയമ്പ്. അതിൽ 40 ദിവസമാണ് ആദിമ കാലഘട്ടത്തിലെ സഭയിലെ പിതാക്കന്മാർ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ നോമ്പിൻ്റെ അവസാനമായിരുന്നു എന്ന് റമ്പാച്ചൻ ഓർപ്പിച്ചു. ആ നോമ്പിനോട് അവസാനത്തോടനുബന്ധിച്ചാണ് നമ്മളെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് സഭയുടെ 40 നോമ്പിനോടനുബന്ധിച്ച് ഹാസ ആഴ്ചയുടെ ക്രമീകരണം, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ അനുസ്മരിക്കുവാനായിട്ടുള്ള ദിവസങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്ന് മുതൽ സന്ധ്യ മുതൽ അതിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങളാണ്. രക്ഷാകരമായിരിക്കുന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാനായിട്ടും കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുമുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ദിവസത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ചും എൻ്റെ വൈദിക ജീവിതത്തിലെ ഈ പഴയ പരമല പള്ളിയിൽ, ഇപ്പോൾ ഇത് പുതിയതായിട്ട് പുതുക്കി പണിതതാണ്, അവിടെ എൻ്റെ ആദ്യത്തെ ശമാശനായിട്ടുള്ള ഹാശായുടെ ദുഃഖ വെള്ളിയാഴ്ച ഈ ചാപ്പലിലെ ശുശ്രൂഷയിലെ ഒരു ശമാശനായിട്ട് സംബന്ധിക്കുവാനായിട്ടും അവിടെ പ്രസംഗങ്ങളെ വെള്ളിയാഴ്ച 2 പ്രസംഗങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ഇട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ വെല്ലിച്ചനോട് ചേർന്ന് പ്രസംഗിക്കുവാനും ഒക്കെ ലഭിച്ച അവസരങ്ങൾ ഇപ്പോൾ മനസ്സിലുണ്ട്. പെസഹ വ്യാഴാഴ്ചയുടെ വൈകിട്ടത്തെ സന്ധ്യയും ദുഃഖ വെള്ളിയാഴ്ചയും 3 പ്രസംഗങ്ങൾ ഒരുമിച്ച് ഇവിടെ നടത്തുവാനായിട്ട് അന്ന് മുതലേ അവസരം കിട്ടിയത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നും ഞാൻ അനുസ്മരിക്കുന്നുണ്ട്. ദീർഘമായിട്ടുള്ള ആമുഖങ്ങളൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുക്ക സമയം മാത്രമേ ഉള്ളൂ. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നാളത്തെ ദിവസം നമ്മൾ കേൾക്കുന്നത് ലാസറിൻ്റെ ശനി എന്നുള്ളതാണ്. ലാസറിൻ്റെ ശനിയിൽ നമ്മളെ അനുസ്മരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസറെ മരിച്ചു, അടക്കപ്പെട്ടു. കർത്താവിൻ്റെ കല്ലറയിലേക്ക് ചെന്ന് അവനെ ഉയർപ്പിക്കുന്ന ആ വളരെ മനോഹരമായിരിക്കുന്ന വേദഭാഗം. യേശുതമ്പുരാൻ സ്നേഹിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു ലാസറിൻ്റെ ഭവനം. മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും ഭവനം. ആ ലാസറിൻ്റെ ഭവനത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആദ്യം മുതലേ 1-ാം വാക്യം മുതലേ ഏകദേശം 44-ാം വാക്യം വരെ പ്രതിപാദിക്കുന്നത് ഈ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും ദൈവവുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവമാണ്. വീട്ടിൽ പോയി വളരെ ശാന്തമായിട്ട് നമ്മുടെ നാളത്തെ ധ്യാനത്തിൻ്റെ ഒരുക്കത്തിനായിട്ടൊന്ന് മനസ്സിരുത്തി വായിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് ഞാൻ നിങ്ങളെ മുൻകൂട്ടി ഉത്ബോധിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിലെ കുറച്ചു വാക്യങ്ങളൊന്ന് എടുത്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ചും ഹാശായുടെ അനുഭവത്തിലെ ആദ്യത്തെ ദിവസമായിരിക്കുന്ന ലാസറിൻ്റെ ദിവസത്തെ 40-ാം വെള്ളിയാഴ്ചയുടെ കുർബാന കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ഇന്നത്തെ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശുതമ്പുരാൻ സ്നേഹിച്ചിരുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഭവനമായിരുന്നു. അവരുടെ പിതാവിനെ പറ്റിയോ മാതാവിനെ പറ്റിയോ പറയുന്നില്ല. അവിടെ 3 വ്യക്തികളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ഏകനായിട്ട് ജീവിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം അവൻ്റെ കുടുംബത്തെ പറ്റിയോ അവൻ്റെ ഭാര്യയെ പറ്റിയോ അവൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയോ ഒന്നും വേദപുസ്തകത്തിലെ പറയുന്നില്ല. മാർത്തയെക്കുറിച്ചും മറിയെക്കുറിച്ചും കർത്താവ് സ്നേഹിച്ചിരുന്ന ഒരു ഭവനവും 2 സഹോദരികളും 1 സഹോദരനും. ഈ സഹോദരികളും വിവാഹം കഴിച്ചൊരു കുടുംബജീവിതം നയിച്ചതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. കാരണം ഈ 3 വ്യക്തികളെക്കുറിച്ച് മാത്രമേ അറിഞ്ഞു. മാർത്തയുടെയോ മറിയയുടെയോ കുടുംബത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഒന്നും പറയാത്തത് കൊണ്ട് ഈ 3 സഹോദരങ്ങളെ വിവാഹം കഴിച്ച് ജീവിച്ചു എന്ന് നമുക്ക് ഇപ്പോഴേ ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇവരെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഭവനം കർത്താവ് സ്നേഹിച്ച ഭവനം. ഇവരെക്കുറിച്ച് പറയുന്ന വാക്കിനാണ് കർത്താവ് സ്നേഹിച്ച ഭവനം. കർത്താവിനെ സ്നേഹിച്ച ആൾക്കാരും കർത്താവ് സ്നേഹിച്ച ഭവനവും. കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തെ ആരംഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു? നാളത്തെ കഴിഞ്ഞ ഓശാനയാണ്. ഓശാനയിൽ നമ്മളെ അനുസ്മരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെതായിരിക്കുന്ന യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തിനെ അനുസ്മരിക്കുന്ന ശുശ്രൂഷകളാണ് ഓശാനയിൽ. ഈ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തെ ആരംഭിക്കുന്നത് മാർത്തയുടെയും മറിയുടെയും ഭവനമായ ബെഥാനിയ എന്ന ഗ്രാമത്തിലും ഒരുപക്ഷെ ചിന്തിക്കാം ഇവരുടെ ഭവനത്തിൽ നിന്നാണ് ഈ എഴുന്നള്ളത്ത് ആരംഭിച്ചതെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കാം. കർത്താവ് സ്നേഹിച്ച വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ലോകത്തിൽ കിട്ടേണ്ട ഒരു
ലോകത്തിൽ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയേണ്ട ഒരു വാക്ക് ഇതാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. വേറെ ഒന്നും പറഞ്ഞില്ലേലും നമ്മുടെ മരണശേഷം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ട ഒരു വാക്കാണ്. എന്നതാണ്? കർത്താവ് സ്നേഹിച്ച മനുഷ്യൻ. കർത്താവ് സ്നേഹിച്ച മനുഷ്യനെന്ന് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ജീവിതം കണ്ടിട്ടൊരു സാക്ഷ്യം ഉണ്ടാകണം. അതുകൊണ്ട് ആദ്യമേ വാക്ക് തന്നെ ഓർപ്പിക്കുകയാണ്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ട ഒരു വാക്കായിരിക്കണം. ഏതാ? കർത്താവ് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് പറയേണ്ട അടുത്ത വാക്യമാണ് കർത്താവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മളെക്കുറിച്ച് പറയണം കർത്താവ് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, പ്രത്യേകന കർത്താവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. നമ്മളൊരു സ്വയപരിശോധന ഒന്ന് വിധേയപ്പെടുത്തുക. എന്നെക്കുറിച്ച് പറയുമോ കർത്താവ് ഇഷ്ടപ്പെടുന്ന മനുഷ്യനെന്ന്? വേറെ ആരോടും ചോദിക്കേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വയം നമ്മളെക്കുറിച്ചൊന്ന് ചോദിച്ചേ. എൻ്റെ പെരുമാറ്റവും എൻ്റെ പ്രവൃത്തിയും ലോകരാരും കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? സർവ്വരഹസ്യങ്ങളും അറിയുന്നവനാകുന്ന കർത്താവ് എൻ്റെ ഉള്ളെ കാണുന്നുണ്ട്. എൻ്റെ ഉള്ളു കണ്ടിട്ട് കർത്താവ് എന്നെ സ്നേഹിക്കുന്ന മനുഷ്യനെന്ന് എന്നെക്കുറിച്ച് പറയുമോ എന്ന് ഇവിടെ ഇരുന്നു കൊണ്ടൊന്ന് ചിന്തിക്കാം. അപ്പം നമ്മുടെ ചിന്തയിൽ ഞാൻ ഒന്ന് പറയുന്നു, കർത്താവ് സ്നേഹിക്കുന്ന മനുഷ്യനാണോ ഞാൻ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന, എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇവൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? പക്ഷേ മാർത്തയെക്കുറിച്ചും മറിയയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് കർത്താവ് സ്നേഹിച്ച മനുഷ്യൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമുഖത്തിൽ പറയുന്നു, നിന്റെ ജീവിതം കർത്താവ് സ്നേഹിക്കുന്ന ജീവിതമാകട്ടെ. നിന്റെ ജീവിതം കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതമാകട്ടെ. ഇത് രണ്ടുമാണ് ജീവിതത്തിന്റെ അർത്ഥം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ പറയുന്നു, 3 വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്. ആരെ പറ്റിയാ പറയുന്നത്? ലാസറിനെയും പിന്നെ ആരെയാ? മാർത്തയും മറിയയും. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭയിലെ ഒരു വലിയ പിതാവായിരുന്നു. കപ്പദോക്യൻ പിതാക്കന്മാരെ പറ്റി നിങ്ങളെ കേട്ടിട്ടുണ്ട്, ഗ്രിഗോറിയോസും ബസേലിയോസും. അതിലെ ഒരു പിതാവായിരുന്നു നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ പിതാക്കന്മാരുടെ പടങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ അലിഗോറിക്കലി വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടും കാണും. അപ്പൊ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി അല്ലെങ്കിൽ പൗരസ്ത്യ സഭയിലെ വലിയൊരു പിതാവായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. ഈ പിതാവ് ഈ വേദഭാഗത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശമാശനാകുന്നതിന് മുമ്പ് വൈദിക സെമിനാരിൽ പഠിക്കുവാൻ പോകുന്ന അവസരത്തിൽ പാമ്പാടി ദേറായിൽ കുറേ കാലങ്ങൾ ചെലവഴിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് ഒരു ദിവസം ഒരു പുസ്തകങ്ങളെ ചെറുതായിട്ട് കിടക്കുന്ന പുസ്തകം എടുത്തു. അപ്പോൾ ഒരു കുഞ്ഞു പുസ്തകം കിട്ടി. വലിയൊരു പിതാവ് എഴുതിയൊരു പുസ്തകമായിരുന്നു. മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ചപ്പെട്ടതിന് ശേഷം ഏകദേശം 1-1.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായമെത്രാപ്പോലിത്തായിരുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു. വട്ടക്കുന്ന് തിരുമേനി കാതോലിക്ക സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായിട്ട് 5 പേരെ വാഴിച്ചിരുന്നു. അവത്തിൽ ഇളയവനായിരുന്നു യൂഹാനാൻ മാർ അത്താനോസിയോസ്, ബദനിയിലെ 2ാമത്തെ കാലം ചെയ്ത പിതാവ്. ആ പിതാവ് ഈ പറയുന്ന ഈ 11-ാം അധ്യായത്തിൽ ലാസറിനെ കുറിച്ചും മാർത്തയെക്കുറിച്ചും മറിയയെക്കുറിച്ചും ഒരു ചെറിയ പുസ്തകം എഴുതി. അത് അവിടെ വന്ന് എനിക്ക് കിട്ടി. അത് ഞാനൊന്നിരുന്ന് വായിച്ചേണ്ട 10-15 പിള്ള വളരെ മനോഹരമായിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള 11-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമായിരുന്നു. അതിൻ്റെ അകത്തു നിന്നാണ് ഞാനിത് വായിച്ചെടുത്തത്. അവിടെ പിതാവ് പറയുന്നു, നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസെ ഈ 3 പേരെ കുറിച്ച് 3 വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. അത് ഇപ്രകാരമാണ്. ലാസർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവാണ്. ഇവിടെ 3 വ്യക്തികളെ പറ്റി പറയുന്നു, മാർത്ത, മറിയ, ലാസർ. ലാസർ ആരാണ്? ലാസർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവാണ്. അപ്പം പിന്നെ 2 പേരും കൂടി ഉണ്ട്. ആരൊക്കെയാ? മാർത്തയും മറിയും. അപ്പം മാർത്ത എന്നാണ്? ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മാർത്തയെക്കുറിച്ച് പറഞ്ഞേ. മാർത്ത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരമാണ്. 3-ാമതായിട്ട് പറയുന്നു മറി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏതാ? ആത്മാവ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ലാസർ എന്ന് പറയുന്നത് ആത്മാവാണ്, മാർത്ത എന്ന് പറയുന്നത് ശരീരമാണ്, മറി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. മനുഷ്യനും 3 കാര്യങ്ങളുണ്ട്, ആത്മാവും ശരീരവും മനസ്സും. ഇവിടെ നിന്ന് ഇതിനു മുമ്പ് അപ്രേമിന് മൊമ്മറായിൽ പാടി ആത്മാ ശരീര മനസ്സുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ ശോഭ കലർന്ന വിളക്കുകളായി.
ഞാൻ കത്തി. മുമ്പ് ആ ഭാഗം പറഞ്ഞത് മുഴുവൻ ഈ എഴുതിയിരിക്കുന്ന വചനെ അവിടെ പറയുന്നു മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്. ഇത് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടും പ്രതിപാദിക്കുന്നതാണ്. ശരീരം, ആത്മാവ്, മനസ്സ്. അല്ലെങ്കിൽ ശരീരം, മനസ്സ്, ആത്മാവ്. നമുക്ക് 3 ഭാഗങ്ങളുണ്ട്. ഇവിടെ പിതാക്കന്മാരൻ നിശാല വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നു ലാസർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവാണ്, മാർത്ത എന്ന് പറയുന്നത് ശരീരമാണ്, മറി എന്ന് പറയുന്നത് മനസ്സാണ്. ഇതിനെ 3നെയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു അനുഭവം 4-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ ഇതാ നിനക്ക് പ്രിയപ്പെട്ടവനായവൻ രോഗിയായിരിക്കുന്ന അറിയിച്ചു. നിനക്ക് പ്രിയപ്പെട്ടവനായൻ കർദ്ദന ലാസർ രോഗത്തിൽ വീണു. ലാസർ രോഗത്തിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ സഹോദരിമാർ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു. എന്നാ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് പ്രിയപ്പെട്ടവനായവൻ രോഗിയായിരിക്കുന്നു. നോക്കിക്കേ, ഒന്ന് ചിന്തിക്കണം. നിനക്ക് പ്രിയപ്പെട്ടവനായ ലാസർ എന്താ? സഹോദരിമാരെ ആത്മാവും ശരീരവും കൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു. നിനക്ക് പ്രിയപ്പെട്ടവനായവൻ ആരാ? ആത്മാവ് രോഗത്തിലായിരിക്കുന്നു. ആരൊക്കെ കൂടിയാ കർത്താവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞിരിക്കുന്നത്? ആത്മാവും ശരീരവും കൂടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, കർത്താവേ എൻ്റെ ആത്മാവ് രോഗത്തിലായിരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചേ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഇന്ന് നമ്മൾ ഈ നോമ്പെടുത്തത് എന്തിനു വേണ്ടിയാണ്? രോഗത്തിലായിരിക്കുന്ന ആത്മാവിനെ രോഗത്തിൽ നിന്നും സൗഖ്യം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നോമ്പ്. ആണോന്ന് ചിന്തിച്ചു? അതുകൊണ്ടാണ് അവസാനം നമ്മൾ 40 ദിവസം നോമ്പെടുത്തതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൻ്റെ രോഗത്തിന് മോചനം കിട്ടുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ഇന്ന് ആത്മാവ് രോഗത്തിലായിരിക്കുന്ന, ശരീരത്തിന് രോഗമൊന്നും ഒരുപക്ഷെ ഇല്ലായിരിക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊന്നും ശാരീരികമായിരിക്കുന്ന വലിയ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലായിരിക്കും. പക്ഷേ നിന്റെ ആത്മാവ് രോഗത്തിലാണോ? ഇവിടെ ആത്മാവിനെ രോഗത്തിലാണെന്ന് പറഞ്ഞ് ശരീരവും മനസ്സും കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ആളയച്ചു കഴിഞ്ഞപ്പം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലൂടെ, അതിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനും അതിലൂടെ ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിനുമാണ്. ശിഷ്യന്മാരോട് പറയുന്നതായിട്ടുള്ളൊരു അനുഭവമാണ്. എന്തിനാണ് ഇത് രോഗമായിരിക്കുന്നത്? ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചപ്പോഴത്തേക്കിന് നമ്മൾ കേൾക്കുന്നുണ്ട്. കർത്താവ് കടന്നു പോകുന്നു, ശിഷ്യന്മാരും കൂടെ കടന്നു പോകുന്നു. ജന്മനാ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. കണ്ടു കഴിയുമ്പോഴത്തേക്ക് ശിഷ്യന്മാർ ചോദിക്കുന്നു, കർത്താവേ ഇവൻ രോഗിയായിട്ട് ജനിക്കുവാനായിട്ട് കാരണം, ഇവൻ കുരുടനാകുവാനായിട്ട് കാരണം ഇവൻ്റെ അപ്പനാണോ അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം കർത്താവ് പറയുന്നുണ്ട്, ഇവൻ്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ മഹത്വം ഇവനിൽ കൂടെ വെളിപ്പെടേണ്ടതിനായിട്ടാണ് ഇവൻ രോഗിയായി തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അറിയാതെ പലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, എൻ്റെ കർത്താവെ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഈ പ്രയാസമൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കാത്ത ദൈവവിശ്വാസമുള്ള ഒരു മനുഷ്യൻ പോലും ഇവിടെ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, ബന്ധപ്പെട്ട എൻ്റെ പങ്കാളിക്ക് രോഗം വരുമ്പോൾ, എൻ്റെ ഭർത്താവിന് രോഗം വരുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് രോഗം വരുമ്പോൾ, ഹൃദയത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചു കഴിയുമ്പോൾ മനസ്സ് തകർന്നിരുന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവേ എൻ്റെ കുഴപ്പം കൊണ്ടാണോ, എൻ്റെ പ്രയാസം കൊണ്ടാണോ, എൻ്റെ പാപം കൊണ്ടാണോ എനിക്കിത് വന്നിരിക്കുന്നു പറയും. നമ്മൾ പലപ്പോഴും അറിയാതെ മറ്റുള്ളവരെ നോക്കിയും പറയാറുണ്ട്, അവൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൻ അനുഭവിക്കുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നതാണെന്ന് അറിയാതെ നമ്മളും പറഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടോയെന്നൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചേ. നമ്മൾ കുറ്റം വിധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അവിടെ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇവൻ പാപം ചെയ്തിട്ടല്ല, ഇവന്റെ അപ്പൻ പാപം ചെയ്തിട്ടല്ല, ഇവന്റെ അമ്മ പാപം ചെയ്തിട്ടല്ല, പിന്നെയോ കർത്താവിന്റെ മഹത്വം ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ്. അതുകൊണ്ടാണ് ഇവിടെ നാലം പറയുന്നത്, ഈ രോഗം മരണത്തിനായിട്ടല്ല, കർത്താവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കുക, എനിക്ക് രോഗം വരുന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രയാസം വരുന്നുണ്ടെങ്കിൽ, എനിക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ, എനിക്ക് കഷ്ടപ്പാട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പാപിയായതുകൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് കർത്താവിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവം തരുന്ന അനുഭവങ്ങളാണ് എൻ്റെ കഷ്ടപ്പാടെന്ന് ഞാൻ ചിന്തിക്കണം. കഷ്ടതയെക്കുറിച്ച് ദൈവം തമ്പുരാൻ വേദപുസ്തകത്തിൽ പറയുന്ന വളരെ മനോഹരമാണ്, നിന്റെ കഷ്ടപ്പാടുകളെ ദൈവം തമ്പുരാന്റെ നാമം നിന്റെ ജീവിതത്തിൽ മഹത്വപ്പെടേണ്ടതിനുള്ള അനുഭവമായിട്ട് നീ ചിന്തിച്ച് അതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണം. അതുകൊണ്ട് ഇന്ന് ശാന്തമായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ മനസ്സിലൊരു ആശ്വാസം കൊണ്ടാണ്, എനിക്ക് രോഗം വന്നിരിക്കുന്നത്, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നത്, എനിക്ക് ദുഃഖം വന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമം ഞാൻ തിരിച്ചറിയേണ്ടതിനായിട്ടാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതുകൊണ്ട് ഇവിടെ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അയച്ചു, കർത്താവേ നിനക്ക് പ്രിയപ്പെട്ടവനായ എൻ്റെ ആത്മാവ്
രോഗത്തിൽ കടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യേശു തമ്പുരാനെ ഈ പറയുന്ന അനുഭവത്തിൽ ഈ ഭവനത്തിലേക്ക്, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ കർത്താവ് പെട്ടെന്ന് പോയില്ല. അവിടെ പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് യേശു തമ്പുരാൻ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പോഴത്തേക്കിന് യേശു തമ്പുരാൻ പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഇവിടെ പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. ഞാൻ ആ ഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമ്മുടെ കാവൽ പിതാവായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹായും പറയുന്നുണ്ട്, അവനോടുകൂടെ മരിക്കേണ്ടതിനും നമുക്ക് പോകാം. നിങ്ങൾ ഈ വീട്ടിൽ പോയി അവിടെ വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ലാസർ മരിച്ചിട്ടില്ല, അവൻ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ്റെ അടുക്കലേക്ക് ആളയക്കുന്നുണ്ട്. എന്നതാ, ലാസറെ മരിച്ചുപോയി. കർത്താവ് പെട്ടെന്ന് അങ്ങോട്ട് പോയില്ല. വളരെ അവിടെ ഇരുന്ന് 2 ദിവസം താമസിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ സഹോദരിമാരെ അവൻ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയപ്പെട്ടവനായ ലാസറെ മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം. ആദ്യമേ പറഞ്ഞു എൻ്റെ ആത്മാവ് രോഗത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു? ആത്മാവെ കർത്താവിനെ നമ്മൾ ഓർക്കണം. ഈ ശരീരത്തിനല്ല മരണം. ഈ ശരീരത്തിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തു മരിക്കും? ആത്മാവ് മരിക്കും. ശരീരത്തെ കൊല്ലുന്നവരെ വേദപുസ്തകത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. പിന്നെ ആരെ കൊല്ലുന്നവരാ? ആത്മാവിനെ കൊല്ലുന്നവരാ. ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ളവരെ ശരീരത്തെ കൊല്ലുന്നവരെ കഴിഞ്ഞും കൂടുതൽ ആരാ? ആത്മാവിനെ കൊല്ലുന്ന ആൾക്കാരാ. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ പോലും നേരെ ചൊവ്വിനെ പഠിപ്പിക്കാനായിട്ട് വിടാൻ പറ്റുകയില്ല. കാരണം ആത്മാവ് സജീവമായിരിക്കുന്ന ഒരു കുഞ്ഞിനെ എവിടെയെങ്കിലും പഠിപ്പിക്കാനായിട്ട് 2 വർഷം വിട്ട് കഴിഞ്ഞാൽ കൂട്ടുകൂടി തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കിന് കൊച്ചിൻ്റെ ശരീരം വളർന്നിരിക്കും, എന്തു മരിച്ചിരിക്കും. കാരണം ഞാൻ ഇടപെടുന്ന മേഖല അതാണ്. എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ വൈദിക ശുശ്രൂഷയിൽ കൂടുതൽ അടുത്തത് കൗൺസിലിംഗ് മേഖലയാണ്. അതിൽ ഞാൻ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം എൻ്റെ പ്രവർത്തന ബന്ധാവ് അതാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കുഞ്ഞുങ്ങളുടെ കൂടുതലും കുഞ്ഞുങ്ങളുടെ അനുഭവത്തിലേക്കാണ് വരുന്നത്. ആത്മാവ് സജീവമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ പോലും പഠിക്കുവാനായിട്ട് എവിടെയെങ്കിലും ദൂരോട്ട് വിട്ട് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേന് ആത്മാവ് ശരീരം കുറെ കൂടെ പുഷ്പിടും. പക്ഷേ ആത്മാവ്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൻ്റെ എൻവയർമെന്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് റബ്ബാച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രതാപങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നത് കൊണ്ട് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാതിരിക്കുന്ന മനോഹരമായിരിക്കുന്ന വ്യക്തിത്വങ്ങളാ. പക്ഷേ പലരുടെയും ആത്മാവ് എന്തിരിക്കുക? മരിച്ചിരിക്കുന്ന ആത്മാവിനെ ഉയർപ്പിക്കുന്ന അനുഭവമാണ് ഏതെന്ന് പറയുന്നത്? നോമ്പെന്ന് പറയുന്നത്. ദീനമായിരിക്കുന്ന ആത്മാവിനെ ഉയർപ്പിക്കുന്ന അനുഭവമാണ് ഏതെന്ന് പറയുന്നത്? നോമ്പെന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ലാസർ മരിച്ചുപോയി. ആത്മാവും ശരീരവും കൂടെ പറയുക എന്നതാ, കർത്താവേ, ഞങ്ങളുടെ ആത്മാവെ. ഇതൊരു ഏറ്റുപറച്ചിലാണ്. കുമ്പസാരിക്കുന്ന സമയത്ത് ഏറ്റുപറയേണ്ടതാണ്. ആത്മാവും ശരീരവും മനസ്സും കൂടി ഒരുമിച്ച് പുരോഹിതന്റെ അടുക്കൽ വന്ന് പറയണം, കർത്താവേ, എൻ്റെ ആത്മാവെ ഒന്നീ രോഗത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ എന്നതാ, മരിച്ചിരിക്കുന്നു. ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ഈ ആത്മാവിനെ കർത്താവിനെ എടുക്കും, ഉയർപ്പിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്തെ മനോഹരമായിരിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷനായിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെ പറഞ്ഞു ലാസർ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് മരിച്ചിരിക്കുന്നു. കർത്താവ് ഇത് കേട്ടു. കർത്താവ് ഇതിൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുന്നു? ബഥാനിയ എന്ന് പറയുന്ന ഭവനത്തിലേക്ക് പോകുന്നു. അതിനുശേഷം 17-ാം വാക്യം, യേശു തമ്പുരാൻ അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. യേശു തമ്പുരാൻ അവിടെ എത്തിയപ്പോൾ ആത്മാവിനെ കല്ലറയിൽ വെച്ചിട്ട് എത്രയാ? യേശു തമ്പുരാൻ വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു, മറിയോ വീട്ടിൽ നിന്ന്. 20-ാം വാക്യം, യേശു തമ്പുരാൻ വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു, മറിയോ വീട്ടിൽ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു, മാർത്ത എന്ന് പറയുന്നത് എന്നതാണ്? എന്നതാ? ശരീരം. മറിയ എന്ന് പറഞ്ഞ എന്നതാ? മനസ്സ്. കർത്താവ് വരുന്നു എന്ന് കേട്ടിട്ട് ശരീരം എഴുന്നേറ്റ് ചെന്നു, മനസ്സെവിടെയിരുന്നു? വീട്ടിൽ തന്നെ ഇരുന്നു. നമ്മുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ? പലപ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും ശരീരം എവിടെ ഇരിക്കുന്നുണ്ട്? മനസ്സെവിടെയാ? പരുമലപ്പള്ളിയിൽ ശരീരം ഇരിക്കുന്നുണ്ട്, മനസ്സെവിടെയാ? എവിടെയാണെന്ന് എനിക്കറിയാൻ മേല. ചിലരുടെയൊക്കെ മനസ്സ് ഇവിടെ ഈ ശരീരം ഇരിക്കുന്നുണ്ടെങ്കിലും ഇതേ സമയത്ത് തന്നെ പല ചിന്തകളിൽ കൂടെ മനസ്സിങ്ങനെ കടന്നുകൊണ്ടിരിക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് പറ്റുകയില്ല. ആത്മാവും ശരീരവും ഒരുമിച്ച്, മനസ്സും ശരീരവും ഒരുമിച്ച് ആത്മാവിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ശരീരം എഴുന്നേറ്റിരുന്നു, മനസ്സ് അവിടെ തന്നെ ഇരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. പലപ്പോഴും ശരീരം പലത്തൂടെ ഓടി നടക്കും, പക്ഷേ മനസ്സ് ദൈവത്തിൻ്റെ പിടിയിൽ നിൽക്കുകയില്ല.
ഈ ശരീരമാണ് ആര് കാണുന്നത്? ലോകം കാണുന്നത്. മനസ്സാര് മാത്രമേ കാണുകയുള്ളൂ? ദൈവം മാത്രമേ കാണുന്നുള്ളൂ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ശരീരം, എൻ്റെ ശരീരം നിങ്ങൾക്ക് കാണാം, പക്ഷേ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എൻ്റെ മനസ്സാര് കാണുന്നുണ്ടേ? ദൈവം നോക്കുന്നുണ്ടേ. കർത്താവ് തൂക്കി നോക്കുന്ന ഏതിനെയാണ്? ശരീരത്തെയാണോ മനസ്സിനെയാണോ? പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഈ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഒന്ന് പറയുവാനായിട്ടാണ്. യേശു തമ്പുരാന്റെ അടുക്കലേക്ക് മാർത്ത ചെന്നു. മാർത്ത ചെന്നതിന് ശേഷം കർത്താവിനോട് പറയുകയായിരുന്നു, കർത്താവേ, നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ എന്നോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ, ഏതാ പറയുന്നത്? ശരീരം കർത്താവിനോട് പറയുകയാണ്, നീ എന്നോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാ, ഞാൻ കർത്താവിനോടുകൂടെ ജീവിക്കുമായിരുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് എന്നാ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ആത്മാവ് മരിക്കുന്നതിന് കാരണം എന്നതാ? ഈ ശരീരം പലപ്പോഴും ആരോടുകൂടിയല്ല ജീവിക്കുന്നത്? ദൈവത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. എന്താണ് ശരീരം? ഇവിടെ ശരീരത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞേ. ശരീരം എന്താണെന്ന് നമുക്ക് കാണാം. ഇന്നത്തെ കാലത്ത് ശരീരത്തിന് ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ആധുനികമായിരിക്കുന്ന വൈദ്യശാസ്ത്രം അനുസരിച്ച് എല്ലാ മെത്തേഡും ഉപയോഗിച്ച് ഈ ശരീരം മൊത്തം, അകവും പുറവും മൊത്തം കാണാം. ഈ പുറമേ ഇരിക്കുന്നതിന് മാത്രമല്ല, ഒരു സ്കാനിങ്, ടോട്ടൽ MR സ്കാനിങ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നാ ഈ പറയുന്ന ശരീരത്തിനകത്തെ സംവിധാനങ്ങളുടെ പ്രവർത്തനം മുഴുവൻ കാണാൻ പറ്റും. അപ്പം ഈ ശരീരം കാണാം. അതുമാത്രവുമല്ല, നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യമേ അവരെന്നെ എടുക്കും? കയറ്റി നിർത്തിയതിന് ശേഷം നമ്മുടെ തൂക്കമെടുക്കും, എന്നിട്ട് വെയിറ്റ് അവിടെ രേഖപ്പെടുത്തും. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, നിങ്ങളുടെ ശരീരത്തിന് എത്ര കിലോ തൂക്കം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മിക്കവാറും അറിയാൻ പറ്റും. പക്ഷേ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുക, ശരീരത്തിൻ്റെ തൂക്കം എല്ലാവർക്കും അറിയാം, എത്ര കിലോ ഉണ്ട് മനസ്സിൻ്റെ തൂക്കം? ശരീരത്തിന് തൂക്കമുണ്ട്. ഇന്നത്തെ കുഴപ്പം എന്നതാണ്? ശരീരത്തിൻ്റെ കാഴ്ചയനുസരിച്ച ജീവിതം. ഈ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ശരീരമാണ് നമ്മുടെ ജീവിതം. എന്താണ് പാപം? ആത്മാവ് മരിക്കുവാനുള്ള കാരണം എന്നതാണ്. ഈ ശരീരം ലോകത്തിൽ കിട്ടിക്കഴിയുമ്പോൾ ഈ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ആവശ്യമില്ലാതെ പെരുമാറുന്നതാണ് എൻ്റെ ആത്മാവ് മരിക്കുവാനായിട്ടുള്ള കാരണം. എന്താണ് പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരം ഈ ലോകത്തോട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം എന്നാ തന്നിട്ടുണ്ട്? 5 ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾ തുറന്നിരിക്കുമ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ ഈ ശരീരത്തിലേക്ക് ഈ ലോകം പ്രവേശിക്കും. ഏത് 5 ഇന്ദ്രിയങ്ങളാ? കണ്ണും മൂക്കും ചെവിയും നാക്കും ത്വക്കും. ഈ 5 ഇന്ദ്രിയങ്ങളാണ് ഈ ശരീരവും ഈ ലോകവും തമ്മിൽ ബന്ധപ്പെടുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹപ്പെട്ട അവയവങ്ങളെ. ഇത് 5ഉം തുറന്നിരിക്കുമ്പോഴത്തേക്കിന് ഈ ലോകം നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് കയറും. മനസ്സിലേക്ക് ഈ ലോകം കയറിക്കഴിഞ്ഞാൽ, മനസ്സിൻ്റെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ ജഡീക ആഗ്രഹങ്ങൾ കയറിക്കഴിഞ്ഞാൽ ആ ശരീരം ഏതിനനുസരിച്ച് നീങ്ങും? ഈ ജഡത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നീങ്ങും. നീങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് ഏത് മരിക്കും? ആത്മാവ് മരിക്കും. ഇന്നത്തെ ലോകത്തിൻ്റെ കുഴപ്പം, ഈ ജഡത്തിൻ്റെ സുഖം വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ ജഡത്തിൻ്റെ സൗന്ദര്യം, ഈ ജഡത്തിൻ്റെ ഇഷ്ടം, ഈ ജഡത്തിൻ്റെ ആഗ്രഹം, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഓടുന്നതുകൊണ്ട് എന്നാ പറ്റുന്നു? ഈ ജഡത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി ഓടുന്നത് കൊണ്ട് ഏത് മരിക്കുന്നു? എൻ്റെ ആത്മാവ് മരിക്കുന്നു. പക്ഷെ എന്താണ് ക്രൈസ്തവ ജീവിതം? ജഡത്തെ മരിച്ചതിന് ശേഷം ആത്മാവിനെ, ജഡത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമല്ല, ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയല്ല, പിന്നെ എന്നതാ? ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയായിരുന്നു, ഈ വാക്യം നമ്മളേറ്റ് പറയും, കർത്താവേ, നീ എന്നോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ. നമ്മൾ ഓർക്കുക, നമ്മുടെ ആത്മാവ് മരിച്ചിരിക്കുന്നതിന് കാരണം ഞാൻ പലപ്പോഴും ഈ ശരീരത്തിൽ ദൈവത്തോടുകൂടെ ജീവിച്ചിട്ടില്ല. ദൈവത്തെ വിട്ട് ഈ ശരീരവുമായിട്ട് ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു, എവിടെയെല്ലാം പോയിട്ടുണ്ട്? ഇന്ന് ഈ ശരീരം കൂടുതൽ സമയവും ഇരിക്കുന്നത് ഏതിൻ്റെ മുമ്പിലാ? ഇന്ന് ഈ ശരീരം കൂടുതൽ സമയം ഇരിക്കുന്ന ഏതിൻ്റെ മുമ്പിലാ? ദൈവത്തിൻ്റെ മുമ്പിലല്ല, പള്ളിയിലല്ല, പിന്നെ എവിടെയാ? വേദപുസ്തകം എടുത്തു വെച്ചുകൊണ്ടല്ല ഈ ശരീരം കൂടുതൽ സമയം. ഇന്ന് ഈ ശരീരം ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഒരു സാധനത്തിൻ്റെ മുമ്പിലാ. ഏതാ? നിരന്തരമായിട്ട് നീ ഇരിക്കുമ്പോഴും, നീ നിൽക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും നിന്റെ കൈവശം നീ കൊണ്ടു നടക്കുന്ന സാധനം. ഇന്ന് പരുമലപ്പള്ളി വന്നപ്പോഴും നമ്മളെല്ലാവരും മറക്കാതെ എടുത്തുകൊണ്ട് വന്നൊരു സാധനമുണ്ട്. വേദപുസ്തകം കൊണ്ടുവന്നില്ല, വേറെ ഒരു സാധനമുണ്ട്. ഏതാ?
നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അവസാനം കിടക്കുമ്പോഴേ തലവണയുടെ കീഴേ വരെ വെക്കാനുള്ള സാധനം. പണ്ടത്തെ കാലത്ത് വേദപുസ്തകമാണ് അപ്പനും അമ്മയും വെക്കുന്നത്. ഇപ്പം തലവണയുടെ കീഴേ എന്നാ വെക്കുന്നത്? മൊബൈല്. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ജഡം ഇങ്ങനെ പകരുകയാണ്. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ നിങ്ങൾ അറിയാമല്ലോ. കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുക്കലേക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്. കാരണം ഇതാണ് മിക്കവാറും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞ ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം കാണുവാനായിട്ടുള്ള ഒരു പെട്ടി എവിടെ തന്നെയുണ്ട്? വീടിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ വീടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഈ ജഡത്തിൻ്റെ ദൈവത്തോട് ചേർന്ന് പോകുന്നതിന് പകരം ലോകത്തോട് ചേർന്ന് പോകും. ഇവിടെ വാക്ക് ഞാൻ പറഞ്ഞു, നീ എന്നോട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈ ലോകത്തോട് ചേർന്ന് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്നാ പറ്റുന്നു? ആത്മാവ് മരിച്ചവരായിട്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ ജഡം സജീവമായതും ആത്മാവ് മരിച്ചവരുമായിരിക്കുന്ന ജീവിതത്തിലെ മനുഷ്യരെ അനേകരായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് ജഡം കാണുവാൻ പറ്റും, തൂക്കിയെടുക്കുവാൻ പറ്റും. ഇന്ന് ജഡത്തിൻ്റെതായിരിക്കുന്ന സൗന്ദര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. നമ്മൾ ഓർക്കുകയോ? കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കോ. പണ്ടത്തെ കാലത്ത് പോകാത്ത രീതിയിൽ എന്നതാ എന്തെല്ലാം കാര്യങ്ങളായി ജഡത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. സൗന്ദര്യം വർദ്ധിക്കണം. ഏതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കണം? ഏതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കേണ്ടത്? ആത്മാവിൻ്റെ ആണോ? നമ്മൾ ജീവിക്കുന്ന ഏതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാ? ഇന്ന് ആൾക്കാർക്ക് മുഴുവൻ ഏതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം? ശരീരത്തിൻ്റെ സൗന്ദര്യം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ശരീരത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇല്ലാത്ത പരിപാടികളെ ഈ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സ്ഥലത്തെ മാസത്തിൽ ഒന്നെങ്കിലും മിക്കവാറും എല്ലാവരും കയറും. അതിനെത്ര പൈസ മുടക്കാനും മടിയുണ്ടോ? മടിയില്ല. ഏതാ? എന്നാ പാർലറാ? ബ്യൂട്ടി പാർലറിൽ. പള്ളി പോകണമെങ്കിൽ പോലും തലേദിവസം എവിടെ പോകണം? ഓശാനയ്ക്ക് വരുന്നതിന് മുമ്പേ എവിടെ പോകണം? ബ്യൂട്ടി പാർലറിൽ പോയി ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിച്ച്. അതുമാത്രമല്ല, ഇന്ന് അടക്കത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പോലും അടക്കത്തിന് ആരെങ്കിലും മരിച്ചാൽ 2 ദിവസം മോർച്ചറി കൊണ്ടുവച്ചതിന് ശേഷം പിറ്റേ ദിവസം ക്യാമറയ്ക്കകത്തും ഫോട്ടോയ്ക്കകത്തും ഒക്കെ നന്നായിട്ട് വരാൻ തക്കവണ്ണം നമ്മളൊരു ഒരുക്കമുണ്ട്. അതിന് തക്കവണ്ണ കറുത്ത സാരി, കറുത്ത ബ്ലൗസ്, കറുത്ത പൊട്ട, കറുത്ത വള, ഇതെല്ലാം പിന്നെ പിറ്റേ ദിവസം പോയി മേടിക്കും. എവിടെയാ? അടക്കത്തിന്, അപ്പച്ചത്തിൻ്റെ അടക്കത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം മാച്ചിങ് വേണമല്ലോ. അതുപോലെ തന്നെ പള്ളി വരണമെന്നുണ്ടെങ്കിൽ പെസകായ്ക്ക് വെള്ളയും ഇട്ടുകൊണ്ട് വരണമെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ പറയും, അന്നേരം അമ്മ എന്നാ മേടിച്ചു കൊടുക്കണം? വെള്ള മാത്രം മേടിച്ചു കൊടുത്തപ്പന വെള്ള പൊട്ട് വേണം, വെള്ള വള വേണം, വെള്ള മാല വേണം, എല്ലാം മാച്ചിങ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇനി കല്യാണത്തിനാണെങ്കിൽ നമുക്കറിയാമല്ലോ, രാവിലെ എഴുന്നേറ്റതിന് ശേഷം രാത്രിയുടെ നമസ്കാരം പോലും മണവാളനും മണവാട്ടി നടത്തുകയില്ല. പണ്ടത്തെ കാലത്തെ മണവാട്ടി മാത്രമേ ബ്യൂട്ടി പാർലറിൽ പോവുള്ളായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് മണവാട്ടിയെ കഴിഞ്ഞ് മുമ്പ് പോകുന്നത് മണവാട്ടിയുടെ അമ്മയാ. കാര്യം പറയുന്നതിനാണെന്നറിയോ? എടി, അന്ന് എനിക്കിതിനൊന്നും അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്നെങ്കിലും ഒന്ന് ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് മണവാട്ടിയെ കഴിഞ്ഞും ഭംഗിയായിട്ട് ആരൊരുങ്ങും? മണവാട്ടിയുടെ അമ്മയൊരുങ്ങും. പിന്നെ നടക്കും? രാവിലെ ഒരു 2 മണിക്കോ 3 മണിക്കോ മണവാട്ടി പോകും. രാവിലെ എഴുന്നേറ്റ് രാത്രിയുടെ പ്രാർത്ഥനയോ പണ്ടത്തെ കാലത്തെ കല്യാണത്തിന് പോകുമ്പം പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന അനുഭവിച്ചിട്ടായിരുന്നു വിവാഹത്തിന് നിൽക്കുന്നത്. വടക്കോട്ട് ഇപ്പോഴും അങ്ങനെയാണ് സംവിധാനം. പക്ഷേ നമ്മുടെ ഇവിടെ ആ സംവിധാനമല്ല. രാവിലെ നമ്മൾ എവിടെ പോയിരിക്കും? ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോയി പുട്ടിയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് പെയിന്റും ഒക്കെ അടിച്ച് പെങ്കൊച്ചിനെയും ആങ്കൊച്ചിനെയും കൊണ്ടു നിർത്തുന്ന കാലഘട്ടങ്ങളാണ്. മണവാളനും ഇവിടെ പോവുക, ബ്യൂട്ടി പാർലറിൽ പോകണം. എന്തിനു കൂട്ടണം? ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിനും അതിൻ്റെ ഇച്ഛയ്ക്കും നോക്കിയിട്ട്. അതുകൊണ്ട് എന്നാ വരുന്നു? കർത്താവേ, നീ എന്നോട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ. ഈ ശരീരം ദൈവത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ ആത്മാവ് മരിക്കാതിരിക്കുകയുള്ളൂ. ഇന്ന് പലരുടെയും ശരീരം, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, പലരുടെയും ശരീരം ഇന്ന് ആരോടുകൂടെയല്ല വസിക്കുന്നത്? ദൈവത്തോടു കൂടെയല്ല, ഈ ലോകത്തിലെ സുഖങ്ങളോടുകൂടെ ആവശ്യമില്ലാത്ത രീതിയിൽ വസിക്കുന്നതിന്റെ ഫലമായിട്ട് ആത്മാവ് മരിച്ച അനേകരുടെ ഒരു കൂട്ടമായിട്ട് ഇന്ന് ലോകം മാറിയിരിക്കുന്നു, സഭ മാറിയിരിക്കുന്നു. ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? രാഷ്ട്രം മാറിയിരിക്കുന്നു, ആത്മാവ് മരിച്ചിരിക്കുന്നു, ശരീരം സജീവമായിരിക്കുന്നു. ശരീരത്തിന് ഇന്ന് ആൾക്കാർക്കൊക്കെ പണ്ടത്തേനെ കഴിഞ്ഞും എന്നാ കൂടുതലാ സൗന്ദര്യം? ഇല്ലാത്ത സൗന്ദര്യം എല്ലാം ഉണ്ടാവും. 85 വയസ്സുള്ള അമ്മച്ചിയാണെങ്കിലും ചുരിദാറും ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് മുടിയൊക്കെ ഡൈ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പൊട്ടുമൊക്കെ തൊട്ട് വന്നു കഴിയുമ്പോൾ കണ്ടാല് 28 വയസ്സുകാരിയെ പോലെ പള്ളിയിലേക്ക് കയറി വരും. ആർക്കും ഏതിന് പ്രായമാകാൻ ആർക്കും താല്പര്യമില്ല. ശരീരത്തിന് പ്രായമാകാൻ താല്പര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടെ മുമ്പിലിരിക്കുന്നവർ പലരും നരയൊക്കെ അങ്ങ് എടുത്തിരിക്കുക, കറപ്പിച്ചു വെച്ചിരിക്കുക. ഞാൻ 34 35 നരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പം 53 ആയിട്ടുള്ളൂ. എവിടെ ചെന്നാലും എനിക്ക് 70 ആയെന്ന് പറയും.
കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. നോക്കിക്കോ, അപ്പൊ നോക്കിയോ, അതിനനുസരിച്ച് എന്നതാ, ഇത് കറുത്തിരിക്കും, ആത്മാവ് എന്നാ എടുത്തുക, അതിനെ കഴിഞ്ഞും കറുത്തിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുക, വാക്യം ഓർക്കണം, നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ, കാര്യം മനസ്സിലായല്ലോ, ആത്മാവിനോടുകൂടെ ശരീരം ജീവിക്കണം. അവിടെയും ഞാൻ കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് പോകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം യേശു തമ്പുരാൻ പറയുന്നു, ഞാൻ തന്നെയാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നു മരിച്ചാലും ജീവിച്ചിരിക്കും. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാമില്ല. കർത്താവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്ന ഭാഗങ്ങളാണ് കർത്താവ്. കാരണം എനിക്ക് പറയുവാനായിട്ട് ഇല്ലാഞ്ഞിട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാ അവിടെ നിങ്ങൾ നോക്കിക്കോ, അവളെ യേശു തമ്പുരാൻ 28-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അത് കേട്ടയുടൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ പ്രവേശിക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്തായിരിക്കുന്നു. 28, 29, 30 വാക്യങ്ങളിൽ മാർത്ത ഓടി നടക്കുന്ന ശരീരം കർത്താവിൻ്റെ അടുക്കലേ ചെന്നു. കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ആ സഹോദരൻ, എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു, നീ എന്നോട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ. പക്ഷേ കർത്താവ് എങ്ങോട്ട് പ്രവേശിച്ചില്ല, ആ ഗ്രാമത്തിൻ്റെ വാതിക്കൽ നിൽക്കുകയായിരുന്നു, അകത്തേക്ക് പ്രവേശിച്ചില്ല. മറിയ എവിടെയായിരുന്നു? മറിയ വീട്ടിലിരിക്കുമായിരുന്നു. മറിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? മനസ്സ് വീട്ടിലിരുന്നിട്ട് ശരീരം മാത്രം ചെന്നാൽ കർത്താവ് പ്രവേശിക്കുകയില്ല. കർത്താവ് ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ കൂടെ ഏതും ഒരുമിച്ച് ജീവിക്കണം, മനസ്സും ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം, ഈ ശരീരം ഒരു വഴിക്ക് പോകുന്നു, മനസ്സ് വേറൊരു വഴിക്ക് പോകുന്നു. ശരീരം പള്ളിയിലിരിക്കുമ്പോൾ പോലും, പ്രാർത്ഥിക്കുമ്പോൾ പോലും, കുർബാന അനുഭവിക്കുമ്പോൾ പോലും മനസ്സ് ലോകത്തിന് ചിന്തകളിൽ കൂടെ ചലിച്ചു കൊണ്ടിരിക്കുക. ആണോന്ന് ചോദിച്ചു? നമുക്കറിയാമല്ലോ, പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനെ ഇല്ലാത്ത ചിന്തകളെല്ലാം കൂടെ എങ്ങോട്ട് വരുന്നത്? മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളെ സന്ധ്യയുടെ നമസ്കാരം നടത്തി കഴിയുമ്പം പ്രാർത്ഥനയിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എവിടെ പ്രാർത്ഥിച്ചു, എന്തു പ്രാർത്ഥിച്ചു എന്ന് ഓർക്കയില്ല. കാരണം എന്നാ, പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് പലതിലെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ കർത്താവ് പ്രവേശിച്ചില്ല. നോക്കിക്കേ, ഈ മറി എന്ന് പറയുന്നത് മനസ്സാണ്. എന്താണ് മനസ്സ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ശരീരം സജീവമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് നല്ലതായിരിക്കണം. ജനിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്? ഈ ശരീരം കിട്ടുന്നുണ്ട്. പക്ഷേ മനസ്സെന്നതാണ്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വളർച്ച ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്ന നിമിഷം മുതലേ ആരംഭിക്കുകയാണ്. നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ ശരീരത്തോടൊപ്പം ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളാവും. പക്ഷേ മനസ്സ് സജീവമല്ല. മനസ്സ് രൂപപ്പെടുന്ന ക്രമേണ. മനുഷ്യന് പ്രധാനപ്പെട്ട 4 വളർച്ചകളാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ ഗ്രോത്ത്, ശാരീരികമായിരിക്കുന്ന വളർച്ച. ശരീരത്തിന് വളർച്ചയുണ്ട്. ജനിച്ചപ്പോഴത്തെ പോലെയല്ല നിങ്ങളാരും ഇവിടെ ഇരിക്കുന്നത്. ഇനിയും 10 വർഷം കഴിയുമ്പോഴും ഇങ്ങനെയല്ല. ശരീരം വളർന്നു, അവസാനം ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചതിന് ശേഷം ശരീരമില്ലാതെയായി തീരും. ആണല്ലോ, നമുക്കറിയാമല്ലോ. അത് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട്. ദെൻ രണ്ടാമതുണ്ട് മെൻ്റൽ ഗ്രോത്ത്, ഇമോഷണൽ ഗ്രോത്ത്. മാനസികവും വൈകാരികവുമായിരിക്കുന്ന വളർച്ചയുണ്ട്, മനസ്സിൻ്റെ വളർച്ചയുണ്ട്. രണ്ടാമത്തത് മനസ്സിൻ്റെ വളർച്ചയായിരിക്കണം. ഒരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശരീരം മാത്രം ആരോഗ്യം പോരാ, പിന്നെ എന്നാണോ, ആരോഗ്യമുള്ള നല്ലൊരു മനസ്സുണ്ടാകണം. പലപ്പോഴും ഇന്നത്തെ കുഴപ്പം, ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ശരീരത്തിന് സൗന്ദര്യം കൂടുന്നുണ്ട്. നമുക്കറിയാം, ഒരു കൊച്ചിൻ്റെ വളർച്ചയിൽ ശരീരത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം നമ്മളെ പ്രയാസം അനുഭവിക്കും, അന്നേരം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. പക്ഷേ കുഴപ്പം എവിടെയാ? മനസ്സിൻ്റെ വളർച്ചയിൽ തകരാറുള്ള അനേകം ആൾക്കാർ ഇന്ന് ലോകത്തിലുണ്ട്. മനസ്സിൻ്റെ വളർച്ച കാണുന്ന എപ്പോഴാണ്? പെട്ടെന്ന് കാണാൻ പറ്റുകയില്ല. അവസാനം വന്ന് കുഞ്ഞ് തലമാറ് മുട്ടി നശിക്കുമ്പോൾ മാത്രമേ ഏതായിട്ടുള്ളൂ മനസ്സിൻ്റെ വളർച്ച. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കാണാം. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത, ഇപ്പം കോട്ടയം പട്ടണത്തിൽ ഞാൻ അടുത്ത സമയത്തൊരു വീട് മേടിച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 2:30 ആയപ്പോഴത്തേക്കിന് കഥകൾ പറയാൻ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കഥകൾ പറയാം. സാറിന് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ വരുന്ന ക്ലിനിക്കൽ കേസ് എടുത്ത് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കാര്യങ്ങൾ പറയാറുള്ളൂ. പക്ഷേ ഇവിടെ ഇല്ല. എങ്കിലും ഞാൻ ഈ മനസ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ താമസിക്കുന്നതിന് നേരെ എങ്ങാപ്പുറയുണ്ട് ഒരു മനുഷ്യനുണ്ട്, അക്രൈസ്തവനായിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം നന്നായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു പൈസ പോലും വെറുതെ കളയില്ല, കുടിക്കുകയില്ല, വലിക്കുന്നു. പറഞ്ഞാൽ നിരന്തരമായിട്ട് കുടിയോ വലിയോ ഒന്നുമില്ല. കിട്ടുന്ന പൈസ ആ പുള്ളി സാധാരണ ഒരു ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. നന്നായിട്ട് നോക്കിയെടുത്ത് ആവശ്യത്തിന് നല്ലൊരു വീടും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കി ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കുകയില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകനെ 18 വയസ്സ് കഴിഞ്ഞു, രണ്ടാമത്തെ പെങ്കൊച്ചെ. മൂത്ത മകനെ എൻ്റെ ഭാര്യ ചെറുപ്പത്തിലെ അവനെ സ്കൂളിൽ പഠിപ്പിച്ച അന്നേരം എന്നോട് പറഞ്ഞു ആ പയ്യനൊരു കുഴപ്പവുമില്ലായിരുന്നു എന്ന്. പക്ഷേ ഇത് കഴിഞ്ഞിപ്പം +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് +1ലും +2ലും ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവൻ്റെ വളർച്ചയിലെ മനസ്സിൻ്റെ വളർച്ച തകരാറിലേക്ക് പതുക്കെ കണ്ടമാനമായി പോയി.
കൂട്ടുകെട്ടിലേക്ക് അവൻ പെട്ടു, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്ക് പെട്ടു. കൂട്ടുകെട്ടിൽപ്പെട്ടു, +2 പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരിടത്ത് കൊണ്ടുപോയി അത് പറ്റിയില്ല. അത് കഴിഞ്ഞ് പോളിടെക്നിക്കിൽ കൊണ്ടുപോയി അത് പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൻ്റെ കൂടെ ജോലി, അപ്പൻ ചെയ്യുന്ന ജോലിയിൽ കൊണ്ടുപോയി അതും പറ്റിയില്ല. ഇപ്പോഴേ ഒരു 10-40 പേരുമായിട്ട് കൂട്ടും കൂടി മുടിയൊക്കെ കണ്ടമാനം വളർത്തി ഇല്ലാത്ത രീതിയിൽ എവിടുന്നെങ്കിലും ഒരു കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് ഒരു ബൈക്കും എടുത്തതിന് ശേഷം രാവിലെ പോയി കഴിഞ്ഞാൽ എപ്പോഴാ വരുന്നറിയാൻ മേല. അതിൻ്റെ കൂടെ ഇല്ലാത്ത സ്വഭാവ രീതികളെല്ലാം, കള്ളുകൊണ്ട്, കഞ്ചാവ് കൊണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തിങ്കളാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്, 2:30 ഒച്ച വലിയൊരു സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോഴത്തേക്കിന് 2:30 ഈ പയ്യനെ ഒരു കൂട്ടുകാരനുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു. കതകെ മുട്ടി, അപ്പൻ തുറക്കാൻ താമസിച്ചു, ചവിട്ടി പൊളിക്കാൻ തുടങ്ങുന്നു, അപ്പനെ ചീത്ത വിളിക്കുന്നു. അപ്പൻ തുറന്നു കൊടുത്തു, അകത്ത് കയറിയെങ്കിലും അപ്പനെ തല്ലാനും കൊല്ലാനും ഒരുങ്ങുന്ന രീതിയിലേക്കുള്ള, ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോയില്ല, കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുകയില്ലാത്തൊരു അന്തരീക്ഷമായതുകൊണ്ടല്ല. അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി ആ വാതിൽക്കൽ നിന്നതിന് ശേഷം ഒരിക്കലും ഒരു പിതാവിനോട് പറയാൻ പാടില്ലാത്ത ചീത്ത വാക്കുകൾ പറഞ്ഞ് അപ്പനെ വെല്ലുവിളിച്ചതിന് ശേഷം അപ്പം കൂടെയുള്ളവനും എൻ്റെ ഭാര്യ, അവൻ്റെ അമ്മ ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വന്നു. അവനെ പഠിപ്പിച്ച എൻ്റെ അമ്മ എൻ്റെ ഭാര്യ ഇതിനെ രണ്ടിനെയും പഠിപ്പിച്ചതാണ്. വിളിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ നോക്കി, എന്നാ പറ്റി കൊച്ചിനെ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല, പക്ഷേ ആത്മാവ് മരിച്ചുപോയി. രണ്ടാമതെന്നാ മരിച്ചു? മനസ്സ് മരിച്ചുപോയി. മനസ്സ് രോഗമായി. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കി, എത്ര അനുഭവം വേണമെങ്കിലും ഞാൻ എടുത്തു പറയാം. ഇന്ന് മാനസികമായിരിക്കുന്ന വളർച്ചയിൽ വികലതയുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടമാനം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നോക്കണം, ഇവിടെ നോക്കിക്കേ, ശരീരം ചെന്നു, ആത്മാവ് ചെന്നില്ല. ആത്മാവ് വീട്ടിൽ തന്നെ ഇരുന്നു, മനസ്സ് വീട്ടിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് ദൈവം എന്നാ എടുത്തില്ല? ദൈവം വന്നില്ല. എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത്? ജനിച്ചു വീഴുമ്പോൾ ഈ ലോകത്തിൽ നിന്നും കണ്ട് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ബ്രെയിനിൻ്റെ അകത്തെ അല്ലെങ്കിൽ ഈ തലച്ചോറിനകത്തെ ആർജിച്ചെടുക്കുന്ന നമ്മുടേതായിരിക്കുന്ന ചിന്താശകലമാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലുള്ള മനുഷ്യനാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴത്തേനെ സൈക്കാട്രി പഠിപ്പിക്കുന്ന സമയത്തെ അവരെ ഞാൻ മനസ്സിനെ കുറിച്ച് പറയുന്നൊരു നിർവചനമുണ്ട്. എന്താണ് മനസ്സ്? മൈൻഡ് ഈസ് ഈക്വൽ ടു ഹയർ ബ്രെയിൻ ഫങ്ഷൻ. മനസ്സിനെ കുറിച്ച് കുഞ്ഞും കൊടുക്കുന്ന, ഇത് മനഃശാസ്ത്രപരമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സൈക്കാട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് MPhilകാർക്കോ MSc, ഞാൻ ഇപ്പോൾ MPhilകാർക്കേ ക്ലാസ് എടുക്കാറുള്ളൂ, അന്നേരത്തിന് അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ളതാണ്. മൈൻഡ് ഈസ് ഈക്വൽ ടു ഹയർ ബ്രെയിൻ ഫങ്ഷൻ. മൈൻഡ് ഈസ് ഈക്വൽ, മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തൂക്കിയെടുക്കാൻ പറ്റുകയില്ല. ഹയർ ബ്രെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉന്നത ചിന്താഗതി എന്നാണ് ഇതിന് പറയുന്നത്. മൈൻഡ് ഈസ് ഈക്വൽ ടു ഹയർ ബ്രെയിൻ ഫങ്ഷൻ. ഈ ഹയർ ബ്രെയിൻ ഫങ്ഷൻ അസസ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നേ. ഏതെങ്കിലും പെരുമാറ്റ വൈകല്യമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരാളെ ഒരു ഡോക്ടറെ എടുക്കൽ, സൈക്കാട്രിസ്റ്റിൻ്റെ എടുക്കലോ, കാര്യമായിട്ട് അറിയാവുന്ന ഒരു കൗൺസിലേഴ്സിൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഹയർ ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റ് ആണോ എന്ന് ഒന്ന് അസസ് ചെയ്യും. അസസ് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിന് കാര്യമായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിലയിരുത്തുന്നത്. അത് വിലയിരുത്തിയിട്ടാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിനോ അല്ലെങ്കിൽ കൗൺസിലിംഗ് അത് രീതിയിൽ ഏത് രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അസസ് ചെയ്യുന്നതിന് ഒരു മെത്തേഡുണ്ട്. അത് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. അതിൽ ഞാൻ മൈൻഡിൻ്റെ, മനസ്സിൻ്റെ 9 ഭാഗം 3 കമ്പോണൻ്റ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. ബേസിക് കമ്പോണൻ്റ് ഓഫ് ദ മൈൻഡ്, ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന മനസ്സിൻ്റെ ഭാഗത്തെ പറ്റി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ പറയുന്നത് കോമ എന്ന് പറയുന്നത്, COMA, താഴോട്ട് ഇങ്ങനെ ഇടും. നമ്മൾ കോമ എന്നുണ്ട്. ആൾക്കാർ കോമ സ്റ്റേജിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ പറയണ്ട, അവർ കോമ സ്റ്റേജിലാണ്. കോമ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത സ്റ്റേജ്. ബേസിക് ഫംഗ്ഷൻ അതേ കോമ എന്ന് പറഞ്ഞേ. ഇത് ഓരോന്നുമാണ്. കോമയുടെ C എന്താണെന്ന് ചോദിച്ചാൽ കോൺഷ്യസ്നസ്. കേട്ടിട്ടുണ്ടല്ലോ ഈ വ്യാധം അല്ലേ? കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം. മനസ്സിന്റെ ആദ്യത്തെ ഒരു ഭാഗം ബോധം. നല്ല മനസ്സുള്ളവനെ അവൻ്റെ ബോധതലം കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലകാല ബോധം ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ബോധം കറക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് പള്ളിയാണെന്നും അതുകൊണ്ട് പള്ളിയിൽ ഇരിക്കേണ്ട രീതി ഇരിക്കണമെന്നും ആവശ്യമില്ലാത്ത ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന്. പക്ഷേ നിങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടാൽ ഇവിടെ ഇരിക്കുന്ന ഈ പുള്ളിക്കാരത്തി അങ്ങോട്ടിറങ്ങി അതിലെ ഓടി ഇതിലെ ഓടി അങ്ങേ പറതുകൊണ്ട് ഇങ്ങേ പറതുകൊണ്ട് ഇവിടെ എഴുന്നേറ്റ് നിന്ന് ഒച്ച വെക്കും. ഇവിടെ പള്ളിയാണ്, അച്ഛൻ പ്രസംഗിക്കുകയാണ് എന്നുള്ള ബോധം കറക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ അടങ്ങി ഒതുങ്ങി എന്നാ ഇരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇതിലെല്ലാം അങ്ങോട്ടും അല്ലെ, ചിലർ കാണാമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലകാല ബോധം കിട്ടും. ഇത് ബോധത്തിന് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ബോധത്തിന് എന്നാ അറിയോ? സുബോധം കൂടി ഉണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യന്റെ കാര്യം പറയുന്നുണ്ട്. അവന് സുബോധമുണ്ടായപ്പോൾ അവൻ തൻ്റെ അപ്പനെ കുറിച്ച് ഓർത്തു. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നതാ? മനസ്സിന്റെ ഏത് ഭാഗമാ? ബോധമുണ്ട്, പക്ഷെ എന്നാ ഇല്ല? സുബോധമില്ല. പിന്നെ പല വീട്ടുകാരും പല അപ്പന്മാരും വീട്ടിലോട്ട് കയറി വരുമ്പം
എന്നാ ഉണ്ടേ? ബോധവും ഇല്ല, പിന്നെ എന്നാ 4 കാലേ വരും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനെ പോലെയുള്ള ബോധതലം മൃഗത്തിനില്ല. നമ്മുടെ അതേ രീതിയിൽ ബോധതലം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ അമ്മച്ചിയുടെ ഇങ്ങേപ്പുറ വന്ന് ഏതെങ്കിലും മൃഗവും കൂടെ എന്നാ കേൾക്കാനിരുന്നേനേയും, ഈ ധ്യാനം കേൾക്കാൻ ഇവിടെ ഇരുന്നേനെ. മനസ്സിലായല്ലോ? അപ്പം ബോധതലം, കോൺഷ്യസ്നസ്, ഇത് കറക്റ്റ് ആകണം. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പ്രശ്നം, മനസ്സിന് രോഗം ഉണ്ടാകും. ഒന്നാമത്തെ, ഞാൻ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെ. രണ്ടാമത് CO എന്നതാണ് മനസ്സിന്റെ രണ്ടാമത്തെ ഘടകം, ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ ഓഫ് ദ ടൈം, പ്ലേസ് ആൻഡ് എന്നതാ നമുക്ക് ഓറിയന്റേഷൻ ഉണ്ട്. ടൈം, ഇപ്പൊ എത്ര സമയമായി, പ്ലേസ്, ഏതാണ് സ്ഥലം, ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ, ഞാൻ ആരാണ്, മറ്റുള്ളവരെന്താണ്. മനസ്സിന്റെ നിലതെറ്റിക്കഴിഞ്ഞാൽ ഓറിയന്റേഷൻ ഓഫ് ദ ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ നഷ്ടപ്പെടും. അപ്പോൾ അറിയാം അവരുടെ മനസ്സിന് എന്തോ രോഗം ബാധിച്ചു എന്നറിയാം. മനസ്സിലായല്ലോ? അപ്പം മനസ്സിന്റെ അത് നമ്മുടേതായിരിക്കുന്ന ഈ അകത്തുള്ള ന്യൂറോൺ പ്രവർത്തനങ്ങളുടെ അനുസരിച്ചാണ്. ഇതിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും അപജയം ഉണ്ടായാൽ ഇതിനെയൊക്കെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാ ഓറിയന്റേഷൻ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഉള്ളതാ ഓറിയന്റേഷൻ. ഞാൻ ആരാണ്, അപ്പൻ ആരാണ്, എൻ്റെ ജീവിതം എന്താണ്, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടിട്ട് സുബോധമില്ലാതെ ജീവിക്കുന്ന തലമുറ. അത് ആ മനസ്സ് നഷ്ടപ്പെടുമ്പോൾ ഏത് നശിക്കും? ശരീരം മരിക്കും. COM. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി, ഓർമ്മ. റിമോട്ട്, റീസെന്റ്, പ്രസന്റ്. മെമ്മറി, ഓർമ്മ. നമ്മുടെ ഓർമ്മ കറക്റ്റ് ആയതുകൊണ്ടാണ്, നമുക്കറിയാമല്ലോ, ഓർമ്മ കറക്റ്റ് ആയതുകൊണ്ട് നമുക്കിപ്പം ഇന്ന് രാവിലെ കഴിച്ച എന്താണെന്ന് അറിയാം, ഇന്നലെ ഇട്ട ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ അറിയാം. അടുത്തിരിക്കുന്ന ആളെ പരിചയം ഉണ്ടെങ്കിൽ അപ്പനാണ് അമ്മയാണെന്ന് മെമ്മറി ഉണ്ട്. ഈ തലച്ചോറിൻ്റെ അകത്തെ ഏതെങ്കിലും ബ്രെയിനിന്റെ കമ്പോണന്റിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാ ഉണ്ടാവും? മെമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ശേഖരിച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അകത്തിരിക്കുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാമല്ലോ, മെമ്മറി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും. ചിലരുണ്ട് ഒരു 40, 50, 60, 70 വയസ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മളടുത്ത് ചെന്ന് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ആരടി എന്ന് ചോദിക്കും. കാരണം എന്നതാ, അതിൻ്റെ അകത്തിരിക്കുന്ന മോടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോളെ ഓർക്കാൻ പറ്റുമോ? ഓർക്കാൻ പറ്റില്ല. ഞാൻ അതേക്കുറിച്ച് മെമ്മറിയെ പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം സമയമില്ലാത്തത് കൊണ്ട്. കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കും പറയും, നന്നായിട്ട് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നല്ല മെമ്മറി ഉണ്ടാകണം. അത് ആവർത്തിച്ച് റിഹേഴ്സൽ ചെയ്താലേ മെമ്മറി ഉണ്ടാവുള്ളൂ. ജനറൽ സൈക്കോളജി പഠിപ്പിക്കുമ്പോഴത്തേന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് മെമ്മറി എന്ന് പറയുന്ന ചാപ്റ്ററെ. അത് മനസ്സിൻ്റെ ഒരു ഘടകമാണ്, ഓർമ്മശക്തി. ഓർമ്മശക്തിയെ ബാധിച്ചാൽ മനസ്സിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകും. ആകൂലല്ലേ? ദെൻ COMA. നാലാമത്തെ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അടുത്ത എന്താണ്? അറ്റൻഷൻ. നിങ്ങളുടെ മനസ്സിന്റെ കറക്റ്റ്, നല്ല മനസ്സിന് സ്വാഭാവികമായി നല്ല പ്രവർത്തനം ഉണ്ടെങ്കിൽ ഈ പ്രസംഗം, ഈ ധ്യാനം നിങ്ങൾക്ക് ശരിക്കിരുന്ന് മനസ്സിന് ഏതെങ്കിലും മാറിക്കഴിയുമ്പോൾ അറ്റൻഷൻ പോവും, കോൺസെൻട്രേഷൻ പോവും. ഇത് അധികം നേരം നമ്മുടെ അറ്റൻഷനും കോൺസെൻട്രേഷൻ നിൽക്കില്ല. എത്ര നന്നായിട്ട് പ്രസംഗിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നാ ഉണ്ടാവും? നിങ്ങളുടെ ശ്രദ്ധയൊന്ന് മാറിപ്പോകും. അപ്പോൾ മാറിപ്പോകുമ്പം ശ്രദ്ധ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും വരും. അതാണല്ലോ കുഞ്ഞുങ്ങൾ. പിന്നെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അത് കണ്ടും കേട്ടുകൊണ്ടിരിക്കും. ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ അതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് 2 മിനിറ്റ് പോലും എന്നെ എടുക്കാൻ പറ്റുകയില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് TV-ക്കകത്താണെങ്കിൽ 2.5 മണിക്കൂർ സിനിമ കണ്ടുകൊണ്ടിരുന്നാലും എന്നാ ഉണ്ടാകുകയില്ല, കുഴപ്പമില്ല. പ്രാർത്ഥന, അതുകൊണ്ടാണ് കുർബാന 1 മണിക്കൂർ കഴിഞ്ഞ് ഇച്ചിരി കൂടെ നീണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പലപ്പോഴും പരാതി കിട്ടുന്ന അച്ഛന്മാർക്ക്, അച്ഛൻ്റെ കുർബാനയ്ക്ക് ഭയങ്കര നീള. എപ്പോഴാ വരുന്നേ? പള്ളി 8-ന് കുർബാന തുടങ്ങിയാൽ 9-നാ വരുന്നത്. 9-ന് വരുന്നവൻ 9:30 ആകുമ്പോഴേ അവന് നീളം കൂടുതലാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ഇവിടെ 7-ന് വരുന്ന, നമസ്കാരത്തിന് വരുന്ന വലിയ പ്രായമുള്ള അമ്മച്ചിക്ക് എന്നാ ഇല്ല, ഒരു കുഴപ്പമില്ല. ഈ 9-ന് പുറത്ത് വന്ന് നിൽക്കുന്നവനാ ഏതിനും നീളം കൂടുതൽ പ്രശ്നം, കുർബാനയ്ക്ക് നീളം കൂടുതൽ. അവനാണ് മെത്രാച്ചന് അച്ഛൻ്റെ കുർബാനയ്ക്ക് കുഴപ്പം പറഞ്ഞുകൊണ്ട് എന്നാ എടുക്കുന്നത്, പരാതി അയക്കുന്നാട്ടണം. നോക്കിക്കേ, അപ്പം അച്ഛൻ പറഞ്ഞു കോമ. ഇത് 4ഉം ശരിയാകാത്തപ്പോഴാ കോമ സ്റ്റേജ്. മനസ്സിലായോ? കോമ സ്റ്റേജിലുള്ളവൻ ഇത് 4. അപ്പം അവൻ്റെ മനസ്സിന് പ്രവർത്തനമാണ്. അപ്പം മനസ്സിൻ്റെ ബേസിക് കമ്പോണൻ്റ് ആണ് കോൺഷ്യസ്നസ്, ഓറിയന്റേഷൻ, മെമ്മറി, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പം മനസ്സെന്താണെന്ന് ഏകദേശം ഒന്ന് മനസ്സിലായി. ഇതെല്ലാം കൂടെ കൂടുന്ന അതിൻ്റെ ബേസിക് കമ്പോണന്റ്. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത തലമാണ്, മനസ്സിൻ്റെ അടുത്ത തലമാണ് ഹയർ ബ്രെയിൻ ഫങ്ഷൻ. ഹയർ ബ്രെയിൻ ഫങ്ഷൻ. അത് അടുത്ത 4 തലമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ, ഇത് 4ഉം കറക്റ്റ് ആണെങ്കിലേ അടുത്തത് കറക്റ്റ് ആവുള്ളൂ. അതിൻ്റെ ആദ്യത്തേതാണ് തോട്ട്, സ്പീച്ച്, ലാംഗ്വേജ്. തോട്ട് എന്ന് പറഞ്ഞാൽ മലയാളം എന്നതാ ചിന്ത. എന്താണ് ചിന്ത?
ചിന്ത അനുസരിച്ചാണ് നമ്മുടെ നോട്ടം പോകുന്നത്. മനസ്സിൽ ചിന്തിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ കാണും. ആണല്ലോ അല്ലേ? ചിന്ത മാറിയാൽ എന്നാ മാറും? നോട്ടം. നോട്ടത്തിൽ പാവം വരുന്നതിന്റെ കാരണം എന്നതാ? നമ്മൾ കുമ്പസാരിക്കുമ്പോഴത്തേക്കിന് ആരും ഏറ്റു പറയുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ ദിവസവും പാവം വരുന്ന ഏതിൽ കൂടിയാ? നോട്ടത്തിൽ കൂടിയാ. പക്ഷേ ആരെങ്കിലും നോട്ടത്തിൽ കൂടെ പാവം ചെയ്തൊന്നും മിക്കവാറും പറയുമോ? സാറിന് ആരും പറയാറില്ല. പക്ഷേ നോട്ടത്തിൽ പാവം വരുന്നതിന് മുമ്പ് എവിടെ വരും? ചിന്തയിൽ പാപം ചെയ്ത് കഴിയുമ്പോഴാ ഏത് പാപം ചെയ്യുന്നത്? ആ കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നത് ആണല്ലോ. അതുകൊണ്ട് ബേസിക് ആ ചിന്ത നമുക്കറിയാമല്ലോ. അതുകൊണ്ടാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് നന്നാകണമെന്നുണ്ടെങ്കിൽ ചിന്ത നന്നാകണം. എന്താണ് ചിന്ത? ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ള സംസാരമാണ്. ഒരു മനുഷ്യൻ രണ്ട് രീതിയിൽ സംസാരിക്കും. ഒന്ന് ഇന്റർപേഴ്സണൽ, രണ്ട് ഇൻട്രാപേഴ്സണൽ. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഇന്റർപേഴ്സണൽ സംസാരം. ഇൻട്രാപേഴ്സണൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെയുള്ള സംസാരം. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളോടാണോ എന്നോടാണോ? ഞാൻ സംസാരിക്കാതിരിക്കുമ്പോഴും ഞാൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക? ഇന്നിന്ന് നിങ്ങളോട് വന്ന് പ്രസംഗിക്കാൻ ഇവിടെ നിൽക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രസംഗം ഞാൻ മനസ്സിലിട്ട് എന്നാ എടുത്തു? ഒന്ന് സംസാരിച്ചെങ്കിലേ എനിക്കിത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ പുറമേ സംസാരിക്കുന്നു പലതും. സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എവിടെ സംസാരിക്കും? ഉള്ളിൽ സംസാരിക്കും. അതുകൊണ്ടാണ് പള്ളിക്കകത്ത് നിന്ന് കുർബാന നമ്മൾ കാണുമ്പോഴും ഉള്ളിൽ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുക ആണല്ലോ അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മളെ സജീവമായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നീ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും, അല്ലെ ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കും? നമ്മളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും. സ്വയം ഞാൻ എന്നോട് പറയുന്ന സംസാരമാണ് എൻ്റെ ചിന്ത. എൻ്റെ സംസാരം എന്തായിരിക്കും? എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കും. അതെ, ഈ അഞ്ചിന്ദ്രിയം കണ്ണിൽ കൂടെയും ഈ ചെവിയിൽ കൂടെയും നമ്മൾ കണ്ടതും കേട്ടതുമാണ് ഞാൻ ഉള്ളിൽ എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ സംസാരം നന്നായാൽ ആര് നന്നാകും? എൻ്റെ പെരുമാറ്റം നന്നാകും. എൻ്റെ സംസാരമാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ നോക്കിയോ, നമ്മുടെ പാപത്തിൻ്റെ എല്ലാം ആരംഭം ഉള്ളിലുള്ള സംസാരമാണ്. ഉള്ളിൽ ഞാൻ നല്ലത് സംസാരിക്കുവാണെങ്കിൽ ഞാൻ നല്ലതാണ്, ലോകം നല്ലതാണ്, അപ്പൻ നല്ലതാണ്, അമ്മ നല്ലതാണ്, മനുഷ്യർ നല്ലതാണ്, ഭാര്യ നല്ലതാണ് എന്ന് സംസാരിക്കുവാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോടെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യ ശരിയല്ല എന്ന് സംസാരിച്ചാൽ അവളെ ചെന്ന് അവളോട് ശരിയല്ലെന്ന് സംസാരിക്കും, അല്ലേ? പള്ളി വന്നു കഴിയുമ്പം പള്ളി വരുന്ന വിശ്വാസി അച്ഛൻ നല്ലതാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിച്ചാൽ അവൻ അച്ഛനോട് നന്നായിട്ട് സംസാരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനെ കുറിച്ച് മോശമായിട്ട് അവൻ സംസാരിച്ചാൽ അവൻ അച്ഛനോട് മോശമായിട്ട് സംസാരിക്കും. അതുകൊണ്ട് സംസാരം നന്നാകണമെന്നുണ്ടെങ്കിൽ ഈ ചിന്ത, ഉള്ളിലെ സംസാരം, അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മുടെ സ്വഭാവം മാറണമെന്നുണ്ടെങ്കിൽ ഉള്ളിലെ സംസാരം മാറണം. അതാണ് ഞങ്ങൾ തെറാപ്പി എടുക്കുമ്പോൾ ഉള്ളിലെ സംസാരം മാറ്റാൻ പറയും. മാറ്റിക്കഴിഞ്ഞ് നീ നല്ലത് സംസാരിച്ചു കഴിയുമ്പോൾ നിന്റെ നോട്ടം നന്നാകും, നിന്റെ വാക്ക് നന്നാകും, നിന്റെ പെരുമാറ്റം നന്നാകും. അതുകൊണ്ട് ഇന്നിവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും രൂപാന്തരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ മോശമായിട്ടുള്ള നെഗറ്റീവായിരിക്കുന്ന സംസാരം ഉള്ളിൻ്റെ ഉള്ളിൽ ഒട്ടും ഉണ്ടാകരുത്. മനസ്സിൻ്റെ അടുത്ത ഘടകം തോട്ട്, ചിന്തയെ തുടർന്ന് സ്പീച്ച്, ദെൻ ലാംഗ്വേജ്, ഭാഷ. ഇത് മനസ്സിൻ്റെ അതിൻ്റെ അടുത്ത ഘടകമാണ് പെർസെപ്ഷൻ എന്ന് പറയും. എന്നാ ഹൗ വി ആർ പെർസീവിങ് ദ എക്സ്റ്റേണൽ ഓബ്ജക്ട് ഇൻ ടു അവർ ബ്രെയിൻ. ഈ ലോകത്തിലുള്ള സർവ്വരെയും ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് കയറ്റുന്നത്? ഈ കണ്ണിൽ കൂടെ ഞാൻ കാണുന്നു. എൻ്റെ പെർസെപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഏത് കണക്കാകുള്ളൂ? ചിന്ത കണക്കാകും. നല്ലത് കണ്ടാൽ നല്ലത് ചിന്തിക്കും, മോശമായിട്ടുള്ളത് കണ്ടാൽ എന്നാ ചിന്തിക്കും? മോശമായിട്ടുള്ളത് ചിന്തിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം നല്ലതല്ല പലതും കാണുന്ന മുഴുവൻ എന്നതാ? ഇത് ചുമ്മാ പറയുന്നല്ല കേട്ടോ. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കിനാ 10-16 വയസ്സായി കഴിയുമ്പോൾ മുതലേ അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാണ്ട് മേടിച്ചു കൊടുക്കുന്ന സാധനമാണ് മൊബൈല്. ഇതിൻ്റെ അകത്ത് ലോകത്തിലുള്ളാത്ത ഏറ്റവും നല്ലതും കാണാം, ഏറ്റവും എല്ലാം കാണാം. നന്മയുണ്ട്, തിന്മയുണ്ട്. മൊബൈൽ ചീത്തയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനകത്ത് നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗവും അതിനെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നല്ലത് കാണാനായിട്ട് കുഞ്ഞുങ്ങൾ അസമീരിക്കില്ല. പക്ഷേ ലോകത്തിലുള്ള സർവ്വ തിന്മയും കാണും. തിന്മ, പെർസെപ്ഷൻ, ഇത് കണ്ടും കേട്ടും കഴിയുമ്പോൾ ചിന്ത അതാകുമ്പം വർത്തമാനം അതാകുമ്പം നോട്ടം അതാകും. അതാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ
ഞാൻ കടുത്തുരുത്തിയിലെ കത്തോലിക്കരുടെ സെൻറ് മൈക്കിൾ സ്കൂളിൽ ഒരു വർഷങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അവിടുത്തെ സിസ്റ്ററെ, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അച്ഛാ, ഇവനുമായിട്ടൊന്ന് സംസാരിക്കണം, അവനുമായിട്ട് അവൻ്റെ പ്രോബ്ലം എന്താണെന്ന്. ഞാൻ അവനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന് മാർക്ക് പോകുന്നു, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചിന്തിച്ചപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനെ കളിക്കാനായിട്ട് പോയി കഴിയുമ്പോൾ 12ാം ക്ലാസ്സിലും ഡിഗ്രിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ അവിടെ ചെന്ന് നിൽക്കും. ഈ കുഞ്ഞിനെ കൂടെ വന്നിരിക്കുന്നവന്മാരെ മൊബൈൽ എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിൽ കൂടെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് കൊച്ചിനെ ക്ലാസ്സിൽ വരുന്നിരിക്കുന്ന സമയത്തും ഏതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ? അതിനെക്കുറിച്ച് ചിന്തിച്ച് കൊച്ചിൻ്റെ പഠനവും കൊച്ചിൻ്റെ സ്വഭാവവും പതുക്കെ മാറാൻ തുടങ്ങി. കൊച്ചിനോട് ചോദിച്ചപ്പോഴാണ്, നോക്കിക്കോ, ആവശ്യമില്ലാത്തത് കാണുന്നതനുസരിച്ച്. അപ്പം പെർസെപ്ഷൻ അനുസരിച്ച് ആ ചിന്ത ഇത് കറക്റ്റ് ആവണം, മനസ്സിൻ്റെ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നല്ലത് കാണണം, നല്ലത് വായിക്കണം, നല്ലത് കേൾക്കണം. ഇതാണ് നല്ല മനസ്സുണ്ടാകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നല്ലത് കാണണം, നല്ലത് വായിക്കണം, നല്ലത് കേൾക്കണം. അതുകൊണ്ട് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് വായിക്കുവാനായിട്ടുള്ള അവസരം കുടുംബങ്ങളിലെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാത്തതാ കുഞ്ഞുങ്ങളെ. ദെൻ അടുത്തതാണ് ഇമോഷൻ. പെർസെപ്ഷൻ കഴിഞ്ഞു, അതേ തുടർന്ന് ഇമോഷൻ, വികാരങ്ങളെ. മനസ്സിൻ്റെ ഉള്ളിൽ ആ വികാരങ്ങൾ, എല്ലാ വികാരങ്ങളും ഉണ്ട്. ദേഷ്യമുണ്ട്, അരിശമുണ്ട്, കോപമുണ്ട്, പകയുണ്ട്, അസൂയയുണ്ട്, അഹങ്കാരമുണ്ട്, ജഡീക മോഹങ്ങളെല്ലാം ഉണ്ട്. ഈ വികാരം നന്നാകണമെന്നുണ്ടെങ്കിൽ ഈ പെർസെപ്ഷൻ ആൻഡ് തോട്ട്സ് ഇത് രണ്ടും നന്നാകണം. വികാരം മോശമായി കഴിയുമ്പോൾ അതേ തുടർന്ന് ഇമോഷൻ ക്രിയേറ്റിംഗ് ദ ബിഹേവിയർ, പെരുമാറ്റം. വികാരത്തിനനുസരിച്ചാ ദേഷ്യം വന്നു, ദേഷ്യം മനസ്സിൻ്റെ ഉള്ളിൽ കണ്ടമാനം വികാരത്തിലായി കഴിയുമ്പോൾ ഞാൻ ചീത്ത പറയാൻ അലറാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എൻ്റെ പെരുമാറ്റം നന്നാകണമെന്നുണ്ടെങ്കിൽ ഏത് നന്നാകണം? എൻ്റെ വികാരം. ഇതാണ് മനസ്സിൻ്റെ. ദെൻ ജഡ്ജ്മെൻറ്റ്, ഇൻ്റലിജൻസ് ആൻഡ് ഇൻസൈറ്റ്. ജഡ്ജ്മെൻറ്റ്, എന്നെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ്, പ്രോപ്പർ നല്ല മനസ്സിലാണ്. ദെൻ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി ഉണ്ടാകണം. ദെൻ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഏതെന്ന് പറയുന്നത്? മനസ്സിൻ്റെത്. ഇതെല്ലാം കൂടെ അസസ് ചെയ്തിട്ടാണ്. ഇനി അതിൻ്റെ അടുത്ത ഭാഗമുണ്ട്, അത് പോയെന്നാണ്. ഞാനത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം അത് പിള്ളേർക്ക് പറയുമ്പോൾ അത് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത്. അതാണ് പോയം എന്ന് പറയുമ്പോൾ പ്ലാനിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, എക്സിക്യൂട്ടിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയും. നല്ല പ്ലാനിങ്, കാര്യങ്ങൾ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യണം. നല്ല മനുഷ്യനാണെന്നെങ്കിൽ നല്ല കാര്യങ്ങൾ, നല്ല പ്ലാനിങ് മനസ്സിലുണ്ടാകണം. ദെൻ ഓർഗനൈസിങ്, പ്ലാനിങ്ങിനനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം. ദെൻ ഓർഗനൈസിങ് കഴിഞ്ഞ് ഈ എക്സിക്യൂട്ടിങ്, ദെൻ മോണിറ്ററിങ്. ഇതാണ് മനസ്സ്. ഇത്രയും കൂടുന്ന മനസ്സെന്ന് പറയുന്നത്. ശരീരം നമുക്ക് കാണാം. ഈ ശരീരം, ഈ ഭാഗം തൂക്കി നോക്കിയാൽ അതിന് വെയിറ്റ് ഇല്ല, കാരണം അത് തൂക്കമുള്ളതല്ല, അത് ചിന്താശകലമാണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിന് തൂക്കം കൂടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, നമുക്കറിയാമല്ലോ, നോമ്പെന്തിനാ? ശരീരത്തിൻ്റെ തൂക്കം കുറയണം. ഏതിൻ്റെ തൂക്കം കൂടണം? മനസ്സിൻ്റെ തൂക്കം കൂടണം. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നോമ്പ് കഴിയുമ്പോഴും ശരീരത്തിൻ്റെ തൂക്കം കുറയുകയില്ല, ശരീരത്തിന് തൂക്കം കൂടും. എന്തിൻ്റെ തൂക്കം കുറയും? ഈ ശരീരവും മനസ്സും നന്നായാലേ ഏത് നന്നാവുള്ളൂ? ആത്മാവ്. ജനിച്ച് വീഴും മുതലാണ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെ വളർന്നു വരുന്നത്. ഇത് വളർച്ചയിൽ കൂടെ നന്നായാലേ നല്ല മനസ്സുണ്ടാവുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ പറഞ്ഞു മാർത്ത അവിടേക്ക് പ്രവേശിച്ചില്ല. എന്നാ മനസ്സ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നില്ലാത്തതുകൊണ്ട് കർത്താവ് അങ്ങോട്ട് ചെന്നില്ല. കർത്താവ് നമ്മുടെ കൂടെ പെരുമാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏത് വളരണം? മനസ്സും കൂടെ ദൈവത്തോടു കൂടെ ചേരണം. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു, അവളെ അവസാനത്തെ ഭാഗത്തിൽ ഇവളെന്നാ എടുത്തു? ഇവളും നിങ്ങളെ അടുത്ത ഭാഗം എടുത്തു കഴിയുമ്പോഴത്തേക്കിനെ ഇവളും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. നോക്കിക്കോ, അത് നമ്മുടെ 17-ാം അധ്യായത്തിൽ മറിയ 32-ാം വാക്യത്തിലെടുത്തു. യേശു ആയിരുന്നിടത്ത് മറിയ എത്തി, അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പറഞ്ഞു. 32-ാം വാക്യം. മനസ്സും ചെന്നു, ശരീരം പറഞ്ഞത് തന്നെ മനസ്സും പറയുക, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. നോക്കിക്കേ, ശരീരവും മനസ്സും ദൈവത്തോടു കൂടെ ജീവിക്കാത്തത് കൊണ്ടാണ് ഏത് മരിച്ചിരിക്കുന്നത്? എൻ്റെ ആത്മാവ്. അപ്പം എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്നതാ? എൻ്റെ ശരീരം ദൈവത്തോടു കൂടിയല്ല, പിന്നെ എന്നതല്ല, എൻ്റെ മനസ്സും. നമ്മുടെ എല്ലാവരെയും ഈ മാർത്തയും മറിയം പറഞ്ഞ ജീവിതത്തിൽ ഇന്ന് നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരവും മനസ്സും ആരോടുകൂടിയല്ല. ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ എന്നതാ? ദൈവത്തോടു കൂടിയാണോ? അല്ല. എന്താണ് നോമ്പ്? എന്താണ് പ്രാർത്ഥന? എന്താണ് ഉപവാസം? മനസ്സും ശരീരവും ദൈവത്തോടുകൂടെ ജീവിക്കുവാനുള്ള പരിശീലനമാണ് പ്രാർത്ഥനയും നോമ്പും ഉപവാസവും. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം.
ഇന്നത്തെ സമൂഹത്തിലുള്ള കുഴപ്പം അതാ. പണ്ടത്തെ അമ്മച്ചിമാരെ വെളുപ്പിനെ മുതലേ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് ജീവിക്കുന്ന കാലത്തെ ഈ പറയുന്ന ലോകകാര്യത്തിലൊന്നുമില്ലായിരുന്നെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്നും ആത്മാവും ശരീരവും ദൈവത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു പരിശീലനം കിട്ടുമായിരുന്നു. ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ആത്മാവും ശരീരവും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ പരിശീലനം കിട്ടുന്ന ഒരു ജീവിത സാഹചര്യം ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് എന്തിനു വിശാലത ഉണ്ടാകണം? മനസ്സിന് വലിപ്പം ഉണ്ടാകണം. നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ല, ഈ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വ്യാഖ്യാനമാ. ആദ്യമേ ശരീരം പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി ഇല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. രണ്ടാമത് എന്നാ പറഞ്ഞു? മനസ്സ് പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നോടുകൂടി ഇല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ സഹോദരൻ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നോക്കിക്കണം, ആത്മാവും ശരീരവും ദൈവത്തോടുകൂടെ ജീവിക്കുന്ന അനുഭവമാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. ആധ്യാത്മിക ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവും ശരീരവും ദൈവത്തോടുകൂടെ ജീവിക്കുവാനുള്ള ജീവിത ശൈലിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അതാണ് പിതാക്കന്മാർ പഠിപ്പിച്ച് ഇന്ന് കാലം ചെയ്ത ഇവാനുസ്ലിമിനോട് ഓർമ്മയാണ്. ഞങ്ങളെ വൈദികമായിരിക്കുന്ന പദവിയിലേക്ക് എല്ലാം കൊണ്ടുവന്ന് പഠിപ്പിച്ചു ആക്കിയ പിതാവാ. ആ പിതാവ് പഠിപ്പിച്ചിരുന്നായിരുന്നു ഒരു ദേറായിൽ തന്നെ പോയിരുന്ന ആത്മാവും ശരീരവും ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ജീവിതശൈലി. അത് പിതാവിൻ്റെ ഓർമ്മയുടെ ദിവസമാണ് ഏപ്രിൽ 12 അദ്ദേഹത്തെ ഓർത്തിന്ന് വിശുദ്ധ കുർബാന മിക്കവാറും എല്ലാ പള്ളികളിലും അർപ്പിച്ചപ്പോൾ ഇന്നത്തെ നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഓർത്തു. പിതാവിന് കിട്ടിയ വലിയൊരു അനുഭവം ജീവിതത്തിൽ ആത്മാവും ശരീരവും. ഇവിടെയാണ് അദ്ദേഹത്തിന് രോഗം വന്നതിന് ശേഷം ജീവിച്ചേ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കഷ്ടാനുവാഴ്ച ഉണ്ടായിരുന്നു പറഞ്ഞു. അടയാർ ഹോസ്പിറ്റലിൽ രോഗമായിട്ട് അദ്ദേഹം ഇരുന്നു. അവിടെ ചെന്നു. അദ്ദേഹത്തിന് ജീവിതം സുഖപ്പെടുകയില്ല എന്ന് പറഞ്ഞു. മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വേദപുസ്തകം എടുത്തപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന കടമ്പനാട് കത്തീഡ്രലിലെ അദ്ദേഹത്തിൻ്റെ കൂടെ 93 കഷ്ടാനുവാഴ്ചയിലെ ഞാൻ സെമിനാരിയിൽ ഇരുന്ന് ചെമ്മാശനായില്ല പോകുന്ന സമയത്ത് ഒരു തിങ്കളാഴ്ച മറ്റോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ അന്നേരമാണ് ആദ്യമായിട്ട് തിരുമേനിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് തിരുമേനി പ്രസംഗത്തിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ഞാൻ കേട്ടിട്ടില്ല അന്നേ, കാരണം ആ ദിവസമായിരുന്നു തിരുമേനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അന്ന് വൈകിട്ട് ഡോക്ടർമാർ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേദപുസ്തകം എടുത്തു, യോഹന്നാന്റെ സുവിശേഷം. അത് കഴിഞ്ഞതിന് ശേഷം തുറന്നപ്പോൾ കിട്ടിയ വാക്യമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പറഞ്ഞു. ഈ വേദഭാഗമാണ് കിട്ടിയത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞതാൽ മാർത്തിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതിനനുസരിച്ച് വിശ്വസിച്ചു. ആ പിതാവെ അതിനുശേഷമുള്ള കാര്യം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരു രാത്രിയിൽ മാതാവിൻ്റെ ദർശനമുണ്ടായി, പരിമളത്തിനുമേൻ്റെ ദർശനമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിന്റെ രോഗം സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കട്ടറയെ കടന്നതിന് ശേഷം ആ പിതാവ് പറഞ്ഞു, റബ്ബാച്ചനാണ്, സിസ്റ്ററെ ഓടുക, എൻ്റെ രോഗം മാറി. 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞു, അച്ഛനവിടെ ചുമ്മാ സമാധാനത്തോടെ ഇറങ്ങിക്കിടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർമാർ 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ആ പിതാവിനെ ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, എന്നാ രോഗമൊന്നുമില്ല. അങ്ങോട്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് 10 പൈസ കയ്യിലില്ലായിരുന്നു. 10 പൈസ കയ്യിലില്ലാതെയാണ് ചികിത്സിക്കാൻ പോകുന്നത്. അപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനോട് കുറച്ച് രൂപ വായ്പ ചോദിച്ചപ്പം അച്ഛൻ കൊടുത്തില്ല. കാരണം ഈ റംബാച്ചന് പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന്, കാരണം രോഗം ഭേദമാകുന്ന ഉറപ്പുമില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി. പക്ഷേ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു, യു കനോട്ട് പേ നത്തിങ്. ഈ ഫ്രീ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഒന്നുമില്ലാതെ നയാ പൈസ പോലും ഇല്ലാതെ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ആ ഹോസ്പിറ്റലുകാരെ മുഴുവൻ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുത്ത് അവിടുന്ന് വിട്ടു. അദ്ദേഹം രോഗം ഭേദമായി വന്നു. നിങ്ങൾക്കറിയാം, എല്ലാ ചൊവ്വാഴ്ചയും ഈ ചാപ്പലിൽ വന്ന് അദ്ദേഹം ആരോഗ്യമുള്ള എല്ലാ ദിവസവും കുർബാന ചൊല്ലുമായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഇവിടെ വരും. മുകളിൽ ആ മുറി. ആ പിതാവിൻ്റെ കൂടെ പലപ്പോഴും ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച ഇവിടെ വന്ന് പഴയ ചാപ്പലിൽ കുർബാനയിലെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാവും ശരീരവും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതശൈലി, അവിടെയാണ് ആത്മാവ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ കല്ലറയിലേക്ക് ചെന്നു. 39 വാക്യം, യേശു തമ്പുരാൻ ആത്മാവിനെ അടക്കിയിരിക്കുന്ന കല്ലറയിൽ ചെന്നു പറഞ്ഞു, കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, മരിച്ചിട്ട് 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോടെ 40 വാക്യം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോ, കല്ല് മാറ്റുവീൻ. അവൾ പറഞ്ഞു, കർത്താവെ മരിച്ചു അടക്കി, 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിട്ടെന്ന് ഒരു ഏറ്റുപറച്ചില. എൻ്റെ ആത്മാവ് മരിച്ചിട്ട് 4 ദിവസമായി, ഇപ്പം എന്നതായി? നാറ്റം വെച്ച് തുടങ്ങി. ഒന്ന് ചിന്തിച്ചേ, നമ്മളൊക്കെ നാറ്റം വെച്ച് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പം എന്നാ എടുക്കും? നാറ്റം വെച്ച് തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും രാവിലെ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കിനെ നാട്ടുകാർ നാറ്റം അറിയാതിരിക്കാൻ തക്കോണം എന്നാ എടുത്ത് 2 സ്പ്രേ എടുത്ത്, സാധാരണ നമ്മളെ പെട്ടിക്കകത്ത് വെക്കുമ്പോഴത്തേക്കിനാ പണ്ടത്തെ കാലത്ത് സ്പ്രേ അടിക്കുള്ളൂ. എന്നാ നാറ്റം അറിയാതിരിക്കാം. ഈ സ്പ്രേ അടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
ഇപ്പൊ എന്നാ നടക്കും? ഈ ശരീരത്തിന്റെയും ഈ മനസ്സിന്റെയും ഈ ആത്മാവിന്റെയും നാറ്റം അറിയാതിരിക്കാൻ തക്കവണ്ണം എന്നാ എടുക്കും? ഇങ്ങോട്ട് പോരുമ്പോഴേ ഒരു 3-4 പ്രാവശ്യം വസ്ത്രത്തിലും അവിടെ ഇവിടെയെല്ലാം സ്പ്രേ അടിച്ചിട്ട് പോകും. പക്ഷേ കർത്താവ് നാട്ടുകാരുടെ മുമ്പിൽ സ്പ്രേ അടിച്ചാൽ നാറ്റം വരികയില്ല. ആരുടെ മുമ്പിൽ നാറ്റം സ്പ്രേ അടിച്ചാൽ നാറ്റം ചെല്ലും? കർത്താവിന്റെ സന്നിധി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഏറ്റു പറഞ്ഞേ, ഞാൻ നാറ്റം വെച്ച് തുടങ്ങിയിട്ട് എത്ര നാളായി? ശരിക്കും കുമ്പസാരിക്കുന്ന സമയത്തെ നാറ്റം വെച്ച് തുടങ്ങി 40 വർഷമായി എന്ന് ഇതുവരെയെങ്കിലും ഇവള് വളരെ മനോഹരമായിരിക്കും ഏറ്റു പറച്ചില്ല. കർത്താവെ തുറക്കരുത്, നാറ്റം വെച്ച് തുടങ്ങി എത്രയായി? ഇന്ന് നാറ്റം വെച്ച് തുടങ്ങിയ 4 അല്ല 40 വർഷമായിരിക്കുന്ന അനേകം ആൾക്കാരുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അറിയാമല്ലോ, നാറ്റം വെളിയിൽ പലർക്കും അറിയാൻ മേല, പക്ഷെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ അറിയാം. നാട്ടിൽ നോക്കുമ്പോൾ, നിങ്ങൾ എന്നെ നോക്കുമ്പം എൻ്റെ നാറ്റം നിങ്ങൾക്കറിയാൻ മേല, പക്ഷെ എൻ്റെ നാറ്റം അറിയുന്ന ആർക്കേ ഉള്ളൂ? കൂടെ താമസിക്കുന്നവർക്ക് അറിയാവുള്ളൂ. ആണല്ലോ അല്ലേ? ഞാൻ പിള്ളേർക്ക് കല്യാണത്തിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേന് പറയും, മക്കളെ ഇപ്പം നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ലാതെയാ, ഇപ്പം നോക്കുമ്പോൾ സുഖമായി, ഇവൻ്റെ കൂടെ ആയുഷ്കാലം മുഴുവൻ, ഇവളുടെ കൂടെ ആയുഷ്കാലം മുഴുവന് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. പക്ഷേ ഓർത്തു, 4 മാസം കഴിയുമ്പോഴത്തേക്കിനെ എന്നാ നടക്കും? ഇപ്പോൾ ഉള്ള സ്നേഹമൊക്കെ അങ്ങ് പോകും, നാറ്റം വെച്ച് തുടങ്ങുമെന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇതുപോലെ തന്നെ ജീവിക്കും. ഞാൻ പറയും, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരു 4 വർഷം കഴിയുമ്പം എന്നാ അറിയും? തിരിച്ചറിയുമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ജീവിക്കുമ്പം 4 വർഷം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നടന്നാലും നാറ്റം കാണാൻ പറ്റുകയില്ല. പക്ഷേ കുടുംബമായിട്ട് 4 വർഷം ജീവിച്ചു കഴിയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നാറ്റം കണ്ടു കഴിയുമ്പോഴത്തേക്കിനാ അവിടെ അടിയും ബഹളവും ഉണ്ടാകുന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിലിരുന്ന ഒരാളുടെ നേരത്തെ ഇരുന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടവകയിൽ ഒരു അംഗം വിളിച്ചു. നമ്മുടെ ഒരു പള്ളിയിൽ ദൂരെ ഹൈറേഞ്ച് മേഖലയിലാണ്. കാരണം ഭർത്താവിനെയായിട്ട് വിടണം, കാരണം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്നതാ? മദ്യത്തിൻ്റെ ആധിക്യത്തിൽ നാറ്റം വെച്ച് തുടങ്ങി. ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി എവിടെയെങ്കിലും അഡ്മിറ്റ് ആക്കണം, അതൊക്കെ സമ്മതിക്കുകയില്ല. ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് ഒന്ന് വന്നതിന് ശേഷം ഞാനൊന്ന് പറയാം. പറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ട്രാഡായിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കാം എന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇന്നലെ വൈകിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞു, വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരു 7 മണിക്ക് ശേഷം വന്നാൽ ഞാൻ കണ്ട് പുള്ളിക്കാരനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ച് കൊണ്ട് അഡ്മിറ്റ് ആക്കാം. ഇഷ്ടംപോലെ നാറ്റം വെച്ച് തുടങ്ങിയ 5000-6000-ലധികം ആൾക്കാരെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ട്രാഡായുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്ന സമയത്ത് ഞാൻ ചികിത്സയിൽ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇഷ്ടം പോലെ കേസുകൾ റെഫർ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഞാൻ അവിടെ തന്നെ കൊണ്ട് അഡ്മിറ്റ് ആക്കും. ഇടയ്ക്ക് പോയി കാണുകയും ചെയ്യും, ട്രീറ്റ്മെൻറ്റിന് വേണ്ടതായിരിക്കുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇന്ന് നാറ്റം വെച്ച് തുടങ്ങിയ എത്ര ആത്മാക്കൾ ഈ ലോകത്തിലുണ്ട്. നാറ്റം വെച്ച് കുടുംബം നശിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാവോ? പണ്ടത്തെ കാലത്തെ ഭർത്താക്കന്മാരെ കുറിച്ചും കൊണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ഇപ്പം അതിനെ കഴിഞ്ഞ് വലിയ പ്രശ്നം ആണെന്നറിയാവോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം 6, 7, 8 വർഷം ജീവിച്ചിട്ട് 2, 3 വയസ്സായി കഴിയുമ്പോഴത്തേക്കിനെ അതിനെ വിട്ടിട്ട് ഒളിച്ചോടി പോകുന്ന ഭാര്യമാരുടെ എണ്ണം കണ്ടമാനം കൂടുതലാണോ? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കേരളത്തിന്റെ മനസ്സാക്ഷിയെ മൊത്തമായിട്ട് ഞെട്ടിച്ച സംഭവമായിരുന്നു. ഭർത്താവ് മരിച്ചു, 3ാമത്തെ ദിവസം പുതിയ കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഓമന പേരാണ് ഭർത്താവിൻ്റെ കൂടെ തന്നെ കൂട്ടുകാരും. ഭർത്താവ് ഉള്ളപ്പോഴും കൂട്ടുകാരുണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും. എന്നിട്ടാ മരിച്ചു കഴിയുമ്പം പിന്നെ ഭർത്താവല്ല, കൂട്ടുകാരൻ്റെ കൂടെ താമസിക്കുക. കൂട്ടുകാരൻ്റെ കൂടെ താമസിച്ചു കഴിയുമ്പോൾ ആ കൂട്ടുകാരൻ ആരെയാണ് ഉപദ്രവിക്കുന്നത്? നേരത്തെയുള്ള കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാലഘട്ടം നമ്മൾ നോക്കിക്കേ. നാറ്റം വെച്ച് തുടങ്ങിയതിന് ശേഷം എത്രയോ വർഷമായിരിക്കുന്ന ആൾക്കാരുടെ സമൂഹമുണ്ട്. അതിന് പരിഹാരമാണ് ഈ നാറ്റം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എന്നാ എടുക്കണം? അവൻ സത്യകുമ്പസാരം നടത്തി അവൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. ഇവിടെ പറയുക, കർത്താവെ തുറക്കരുത്, എൻ്റെ ആത്മാവ് മരിച്ച് നാശം വെച്ചിട്ട് അഴുകി നാശം വെച്ച് മണം വന്നിട്ട് എത്ര വർഷമായി? അതുകൊണ്ട് എത്ര വർഷമായെന്ന് ഇവിടെ ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് പോകണം. ഞാനതിന് അത് കഴിഞ്ഞു യേശുദമ്പരൻ അവിടെ നിന്നു വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന നടത്തുക. നമ്മളോട് ചോദിക്കുന്നുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികൾ ചോദിക്കും, മരിച്ചുപോയതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. വേദപുസ്തകത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോന്ന്? ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. പക്ഷേ മരിച്ചവൻ്റെ കബറിങ്കൽ വന്ന് അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചിത്രം. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അതുകൊണ്ട് യേശു ദൈവം എന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥിച്ചായിട്ട് കരുതാം. അതോടൊപ്പം തന്നെ മനുഷ്യൻ എന്ന നിലയിൽ മരിച്ചവൻ്റെ കബറിങ്കിൽ ചെന്ന് അവൻ സ്വർഗത്തോട്ടെ നോക്കി. നിങ്ങൾ ആ വേദപുസ്തകം അവിടെ കിടപ്പുണ്ട്. 42ാമത്തെ വാക്യം, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കേണ്ടതിനെ അവർ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. നോക്കിക്കേ, ഖബറിൽ ചെന്ന് മരിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചിത്രം.
യേശു മരിച്ചവൻ്റെ കബറിൽ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ശബ്ദം അവൻ കേട്ടിട്ട് അവൻ എന്നടുത്തു കബറിൽ നിന്നും പുറത്തു വന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛന്മാർ മരിച്ച കബറിലുള്ളവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ എഴുന്നേൽക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആകുന്നു. പ്രിയപ്പെട്ടവരെ, മരിച്ചവർ കർത്താവിന്റെ ശബ്ദം കേൾക്കും. കർത്താവ് മരിച്ചവന്റെ കബറിങ്കൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകത്തിൽ കബറിങ്കൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നത് തെറ്റാണോ? വേദപുസ്തകത്തിൽ ഇല്ലെന്നാ അവർ പറയുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഞാൻ വേദപുസ്തകം, പക്ഷെ നമ്മളാരും ഇത് കാണുകയില്ല. എവിടുന്നെങ്കിലും ഒരു പെന്തക്കോസ്തുകാരൻ ഒരു വേദപുസ്തകം പൊക്കിപ്പിടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് അവനെ നിങ്ങൾ ചെയ്യുന്നൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ട് പോകുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറിയിരിക്കുക. വേദപുസ്തകം ആവശ്യമില്ലാതെ വ്യാഖ്യാനിക്കുന്നത് ഓർത്തഡോക്സുകാരനല്ല, പെന്തക്കോസ്തുകാരനാ. അവനിഷ്ടമുള്ള ഭാഗം എടുത്തിട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല. അതിന് സഭയുടെ പാരമ്പര്യമുണ്ട്, എഴുതിയ സാഹചര്യമുണ്ട്. അതിനനുസരിച്ചാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ മരിച്ചവരും മൗനലീനും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗം എടുത്തുകൊണ്ട് വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഇഷ്ടംപോലെ ഭാഗങ്ങൾ അതിനെപ്പറ്റിയുണ്ട്. ഞാനത് പറയുന്നില്ല. കർത്താവ് ഇരുന്നു, അവിടെ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ ശബ്ദം കേട്ടു, അവൻ വെളിയിൽ വന്നു. ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ചിന്തിച്ചു. ആത്മാവും ശരീരവും മനസ്സും. ആത്മാവും ശരീരവും മനസ്സും ശരീരവും ദൈവത്തോട് ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാണ്ടുള്ളൂ. അതുകൊണ്ട് ആത്മാവിൻ്റെ സജീവമായിരിക്കുന്ന വളർച്ച, ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തോട് ചേർന്ന് ആത്മാവും ശരീരവും ഒരുമിച്ച് ജീവിക്കുമ്പം അവിടെ ആത്മാവ് ശരീരം മനസ്സും ശരീരവും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആത്മാവ് സജീവമായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കും. അതിനുള്ള ഒരുക്കത്തിനുള്ള അനുഭവമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും നാളത്തെ ചിന്ത ഇതാണ്, ലാസറിൻ്റെ ശനി. അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ വായിച്ച ഒരു ഭാഗമെടുത്ത് ഇവിടെ ഇന്ന് പറയുവാനായിട്ട് ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളോടുകൂടെ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹാസ്യ അനുഗ്രഹകരമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയും ചെയ്യുന്നു.